ഏവർക്കും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. പ്രഭാത കേരളം ഇന്ന് ഞാനും ആര്യയും ഉള്ളത് തിരുവനന്തപുരത്തിന്റെ കേരളത്തിന് തന്നെ നഗരമായ ടെക്കി നഗരമായ IT ഹബ്ബായ കഴക്കൂട്ടം ആക്കുളം ഭാഗത്താണ്. ഇവിടെ UST ഗ്ലോബൽ എന്ന വളരെ മനോഹരമായ സ്ഥാപനത്തിന്റെ മുന്നിലാണ്. 10,000-കണക്കിന് ടെക്കികൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ മേഖലയൊക്കെ വളരെ ആക്റ്റീവ് ആകും. വളരെ മനോഹരമായ ഒരു ക്യാമ്പസും ഈ ഒരു സ്ഥാപനത്തിനുണ്ട്. നമുക്കിന്ന് ഒരുപാട് വാർത്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെക്കാനുണ്ട്. ഒരുപാട് വാർത്തകളുടെ ദിവസമാണ്. പ്രത്യേകിച്ചും ന്യൂസ് 18 എഡിറ്റർ പ്രദീപ് പിള്ളയുമായി VD സതീശൻ നടത്തിയ അഭിമുഖത്തിൽ വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ചില രാഷ്ട്രീയ നീക്കങ്ങൾ, ഈ ബ്രഹ്മപുരവുമൊക്കെ ബന്ധപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ, ഒപ്പം തനിക്കെതിരായ വിമർശനങ്ങൾക്കുള്ള മറുപടിയൊക്കെ VD സതീശൻ നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് ബന്ധം എന്നുള്ള ഒരു ചോദ്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഒക്കെ ആ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും. അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബ്രഹ്മപുരം തീപിടുത്തവുമായി ബന്ധപ്പെട്ട ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് നമുക്കറിയാം. പക്ഷേ വിജിലൻസ് അന്വേഷണത്തിൽ കോൺഗ്രസ് തൃപ്തരല്ല. അവർ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുമെന്ന് VD സതീശൻ ഈ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഫാരിസ് അബൂബക്കറുമായി കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു ബന്ധവുമില്ലെന്നും മുഖ്യമന്ത്രിക്കാണ് ബന്ധമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. റെയ്ഡ് നടന്നു എന്നതുകൊണ്ട് മാത്രം ഒരാള് പ്രതിയാണ് അല്ലെങ്കിൽ കുറ്റവാളിയാണ് എന്ന് നമുക്ക് മുദ്ര കുത്താൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം DCC സെക്രട്ടറിയുടെ വീട്ടിൽ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. തീർച്ചയായും. ഒപ്പം ഈ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ആലപ്പുഴ വെച്ച് ബാക്കി മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളും കോൺഗ്രസ് ജയിച്ചിരുന്നു. ഇത്തവണ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും, ആലപ്പുഴയടക്കം 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന് വിജയിക്കുകയാണ് ലക്ഷ്യം. അതനുസരിച്ചുള്ള പ്രവർത്തനം സംഘടന നടത്തും എന്നും സതീശൻ പ്രദീപ് പിള്ളയോട് വ്യക്തമാക്കി. അതെ, അതാണ് ഇന്ന് എക്സ്ക്ലൂസീവായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ന്യൂസ് 18 എത്തിക്കുന്നത്. ഈ അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക് പൂർണ്ണമായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. അതിനു മുന്നോടിയായി സതീശൻ പറഞ്ഞ പ്രധാനപ്പെട്ട വാക്കുകൾ ഈ പ്രഭാത കേരളത്തിൽ തന്നെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. മറ്റൊന്ന്, ഇന്നലെ കോൺഗ്രസ് ഇപ്പോഴും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധി രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ടാണ്. 2 വർഷത്തേക്ക് രാഹുൽ ഗാന്ധിയെ കോടതി അയോഗ്യനാക്കുന്നു. മോദി പരാമർശം അത് അത്തരത്തിൽ അപകീർത്തികരമാണ് എന്നാണ് കോടതിയുടെ കണ്ടെത്തലുണ്ടായത്. അത് കോൺഗ്രസിനെ വലിയ തോതിൽ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് 2 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഈ വിഷയത്തിൽ അയോഗ്യതാ ഭീഷണി എങ്ങനെ മറികടക്കാം എന്നതാണ് കോൺഗ്രസ് ചിന്തിക്കുന്നത്. സ്പീക്കറുടെ തുടർ നീക്കങ്ങൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ വളരെ നിർണായകമാകും. സ്പീക്കർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. രാഹുൽ ഗാന്ധി അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു അഭിഭാഷകൻ പരാതി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് ഈ വിഷയത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് BJPയുടെ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ പാറ്റൂരിലെ വീട്ടമ്മയെ ആക്രമിച്ച സംഭവം, അതിലെ പ്രതിയെ 11 ദിവസം പിന്നിട്ടിട്ടും പിടികൂടാനായിട്ടില്ല. ഇന്നലെ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ആക്രമണം നടന്നിട്ട് വലിയ വാർത്തയായിട്ട് 11 ദിവസമായിട്ട് ഇതിനിടയ്ക്ക് പല ഘട്ടങ്ങളിലും പോലീസ് പറഞ്ഞു ഈ പ്രതിയുടെ വാഹനം തിരിച്ചറിഞ്ഞു, പ്രതിയെ പറ്റി കൃത്യമായ സൂചനയുണ്ട് എന്നൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് കൂടി 11 ദിവസം പിന്നിട്ടിട്ടും ആ ഒരു പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ മാർച്ചും പ്രക്ഷോഭവും ഒക്കെ നടന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇന്നും അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ ഉറപ്പായും ഉണ്ടാകും. മറ്റൊന്ന്, ആര്യ, സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം 5000-ന് മുകളിൽ കേസുകൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അത് ഓരോ ദിവസവും സംസ്ഥാനത്തും വർദ്ധിക്കപ്പെടുന്നത് ആശങ്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷേ ഈ മാസ്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സംസ്ഥാനം കുറച്ച് ദിവസത്തിനകം പോയാലും അത്ഭുതപ്പെടാനില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യമായി വാർത്ത സന്തോഷ് ഈപ്പന്റെ യൂണിറ്റാക് ഉടമ സന്തോഷ് ഈപ്പന്റെ ചോദ്യം ചെയ്യൽ ലൈഫ് മിഷൻ കേസിലാണ് അദ്ദേഹം അറസ്റ്റിലായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ടാവും. ഇടുക്കിയിൽ അരിക്കൊമ്പനെ പിടികൂടാൻ ദൗത്യ സംഘമൊക്കെ തയ്യാറായിരുന്നു. ഞായറാഴ്ച അരിക്കൊമ്പനെ പ്രത്യേക സന്നാഹങ്ങളോടെ പിടിക്കാനൊക്കെ പിടികൂടാനായിരുന്നു തീരുമാനം. പക്ഷേ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഹൈക്കോടതി ബുധനാഴ്ച വരെ അരിക്കൊമ്പൻ ദൗത്യം നിർത്തിവെക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു മൃഗസംരക്ഷണ സംഘടന മൃഗങ്ങളോടുള്ള ക്രൂരതയ്ക്കെതിരായ അത്തരത്തിലൊരു ഹർജി ഹൈക്കോടതിയിൽ നൽകുകയും തുടർന്ന് ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കുകയുമായിരുന്നു. ഇക്കാര്യത്തിലൊക്കെ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ ഉന്നതതല യോഗം ഇന്ന് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഈ സർജറി കഴിഞ്ഞ രോഗിയെ അറ്റൻഡർ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയിൽ ആ ഒരു പരാതി പിൻവലിക്കണമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മറ്റ് അറ്റൻഡർമാർ ഈ യുവതിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ള ഒരു വാർത്ത. അതിലെന്തായാലും ആ ജീവനക്കാർക്കെതിരെ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ ഇന്നും ഉണ്ടാകും. മറ്റൊന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നുള്ള ഡൽഹിയിലാണ്. അദ്ദേഹം രാഷ്ട്രപതിയുമായി ഉപരാഷ്ട്രപതിയുമായി ധൻഖറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്.
അങ്ങനെ സമഗ്രമായ ഒരുപാട് വാർത്തകൾ അതെ, സജീവമായ ഒരു വാർത്താ ദിനത്തിലേക്കാണ് പ്രേക്ഷകരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. നമുക്ക് പ്രധാന തലക്കെട്ടുകളിലേക്ക്, അതായത് ടോപ്പ് ഹെഡ്ലൈൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂസ് 18 ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഏറ്റവും എക്സ്ക്ലൂസീവായി എത്തിക്കുന്നത് VD സതീശന്റെ അഭിമുഖം തന്നെയാണ്. ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയുമായി നടത്തിയ അഭിമുഖം 11 മണിക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നു. ബ്രഹ്മപുരം വിഷയത്തിൽ കോൺഗ്രസ് ഒട്ടും പുറകോട്ടില്ല എന്നാണ് സതീശൻ വ്യക്തമാക്കുന്നത്. വലിയ പ്രക്ഷോഭം ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലും മറ്റും നടന്നിരുന്നു. നിയമസഭയിലും ഇതുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഇന്നലെ ബ്രഹ്മപുരം സമരത്തെ സർക്കാർ ഫാസിസ്റ്റ് രീതിയിലാണ് നേരിട്ടതെന്നും VD സതീശൻ ആരോപിച്ചു. ന്യൂസ് 18 എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് സതീശൻ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. കൊച്ചിൻ കോർപ്പറേഷനിൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി നടക്കുന്ന സമരം തുടരുകയാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ നിയമപരമായ മാർഗങ്ങൾ തേടുമെന്ന് പറഞ്ഞു അതിന്റെ തയ്യാറെടുപ്പ് നടത്തിയാണ്. അല്ല ഞാൻ ചെയ്യട്ടെ, അല്ലാതെ എങ്ങനെയാണ് ഇതിലൊരു വിജിലൻസ് അന്വേഷണം? ഇത് ആദ്യം ഞങ്ങൾ അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ മന്ത്രി പറഞ്ഞത് സിറ്റി പോലീസ് കമ്മീഷണറെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രിലിമിനറി റിപ്പോർട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും ഒരു പ്രിലിമിനറി റിപ്പോർട്ടും ഇല്ല. അതേപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20 സീറ്റും മുഴുവൻ സീറ്റും തൂത്തുവാരുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്നുള്ളതാണ്. തനിക്കാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഉള്ളത്. അപ്പോൾ ആ കൃത്യം, ആ ഒരു കർമ്മം വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കാനാണ് അദ്ദേഹം ഒരുങ്ങുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിജയം വിലയിരുത്താൻ ശ്രമിക്കാതിരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായത്. അതായത് നേരത്തെയുള്ള നേതൃത്വത്തിനുള്ള ഒരു വിമർശനം കൂടിയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ 20-ൽ 19 സീറ്റുകൾ ലഭിച്ചപ്പോൾ അതിൽ മതിമറന്ന് നിയമസഭയിലും സമാനമായ വിജയം ഉണ്ടാകുമെന്ന അമിത ആത്മവിശ്വാസം ഒരു പക്ഷേ കോൺഗ്രസ് പുലർത്തിയിരുന്നു, കോൺഗ്രസ് നേതൃത്വം പുലർത്തിയിരുന്നു എന്ന് വിമർശനാത്മകമായി കൂടി പ്രദീപ് പിള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാന പോയിന്റ് പരാജയത്തെ മാത്രമല്ല വിജയത്തെയും പഠിക്കണം എന്നുള്ളതാണ്. തീർച്ചയായും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞങ്ങൾ മുന്നൊരുക്കം ആരംഭിച്ചു. പാർലമെൻറ്റിലേക്കുള്ള മുന്നൊരുക്കം ആരംഭിച്ചു. എന്നെ തന്നെയാണ് ചുമതല KPCC പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. പരാജയമുണ്ടാകുമ്പോൾ നമ്മൾ വിലയിരുത്തണമെന്ന് പറയും, അത് മാത്രം പോരാ, വിജയമുണ്ടാകുമ്പോഴും വിലയിരുത്തണം. എന്തുകൊണ്ട് അത്രയും വലിയ വിജയം ഉണ്ടായെന്ന് അസസ് ചെയ്യണം. അത് കൃത്യമായി അസസ് ചെയ്തിരുന്നെങ്കിൽ അസംബ്ലിയിൽ ജയിക്കാൻ ഇതും പോരാ, വേറെ വേണം എന്ന് മനസ്സിലായേനെ, തിരിച്ചറിവ് നമുക്കുണ്ടായേനെ. ഇത് ആ ഒരു ഉറപ്പായിട്ട് ഈ ഒരു പാറ്റേണിലാണ് ജയിക്കാൻ പോകണമെന്നുള്ളൊരു ഇതിലേക്ക് പോയി. അപ്പോൾ വിജയത്തെ പഠിച്ചില്ല എന്നുള്ളതാണ്, പാർലമെൻറ്റ് ഇലക്ഷനിലെ വിജയത്തെ പഠിച്ചില്ല എന്നുള്ളതാണ് ഈ വലിയ തോൽവിക്ക് കാരണമായിട്ട് ഇതൊരു പേഴ്സണൽ അസസ്മെൻ്റാണ്. ഞങ്ങളിപ്പോൾ പറയും ഞങ്ങളുടെ കണ്ണ് 20ാമത്തെ സീറ്റിലാണ്, പോയ 20ാമത്തെ സീറ്റിലാണ് എന്ന് പറഞ്ഞാൽ പോയ 20ാമത്തെ സീറ്റ് പിടിക്കാൻ പോകുമ്പോൾ കക്ഷത്തിലിരിക്കുന്ന 19 സീറ്റ് പോകാൻ പാടില്ല, ഉത്തരത്തിലിരിക്കുന്ന 20ാമത്തെ സീറ്റ് എടുക്കാൻ പോകുമ്പോൾ.
ഇരുത്തം വന്നൊരു കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണമാണ് സതീശന്റെ ഭാഗത്തുള്ളത്. കാരണം സാധാരണ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ കമ്മിറ്റികളെ നിയമിക്കാറുണ്ട്. പക്ഷേ വിജയത്തെക്കുറിച്ച് കൂടി പഠിക്കണം. കാരണം നമുക്ക് അറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയത്തിൽ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ശബരിമല എന്ന വലിയ വിഷയം. പിന്നീട് നമ്മുടെ ഈ മലബാറിലെ CPM-ന്റെ അക്രമ രാഷ്ട്രീയമൊക്കെ ചർച്ചയാക്കിയാണ് കോൺഗ്രസ് വിജയിച്ചത്. പക്ഷേ അതിനുശേഷം സാഹചര്യങ്ങൾ മാറുന്നു, കോവിഡ് കടന്നു വരുന്നു, കിറ്റ് നൽകുന്നു, വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ കോവിഡ് സാഹചര്യത്തെ വലിയ തോതിൽ കൈകാര്യം ചെയ്യുന്നു. അതിന്റെ ഒരു ഇമ്പാക്ട് ശരിക്കും പഠിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് സതീഷ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ സാഹചര്യങ്ങൾ മാറി, ആ വിജയിച്ച സാഹചര്യം ഇപ്പോഴില്ല എന്ന് മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയില്ല എന്ന് സതീശൻ തുറന്നു പറയുമ്പോൾ അത് ഒരു വിമർശനമാണ്. സ്വാഭാവികമായും അത് വരും ദിവസങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. അതെ, അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്, ഒന്ന്, ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയൊരു വിവാദം, അതേക്കുറിച്ച് തന്നെയാണ്. ഫാരിസ് അബൂബക്കറിന്റെ കോൺഗ്രസ് ബന്ധം അതൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അതിലെ ഏറ്റവും പ്രധാനമായും എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ DCC സെക്രട്ടറിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡ്. അപ്പോൾ ഈ ഒരു റെയ്ഡ് നടന്നു എന്നതിന്റെ പേരിൽ ആ ഒരു മുൻവിധിയോടുകൂടി അവർ പ്രതിയാണ്, അല്ലെങ്കിൽ ഫാരിസ് അബൂബക്കറുമായി ബന്ധമുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. അതോടൊപ്പം അദ്ദേഹം അടിവരയിട്ട് പറയുന്നു, ഫാരിസ് അബൂബക്കറിനും കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ല, പക്ഷേ മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ അവിടെയുള്ള സാധനങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടേതാണ് എന്നും പറയാൻ സാധിക്കില്ല. വിശ്വാസയോഗ്യമായ കാര്യമേ പ്രതിപക്ഷം പറയൂ, അതുകൊണ്ട് പിന്നീട് തിരുത്തി പറയേണ്ടി വരാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. കോൺഗ്രസിലെ ഒരു നേതാക്കളുമായിട്ട് ഫാരിസ് അബൂബക്കറിന് ഒരു ബന്ധമില്ല. ഇപ്പോൾ റെയ്ഡ് നടക്കുമ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടി പറയുന്നത് ശരിയല്ലല്ലോ. ഫാരിസ് അബൂബക്കർ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പണ്ട് മുതലേ അറിയാം. അതുകൊണ്ട് ഫാരിസ് അബൂബക്കറിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയാൽ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ പിണറായി വിജയൻ്റെയാണെന്ന് ഓഫ് ഹാൻഡായിട്ട് പറയില്ല. നിങ്ങൾ പ്രതിപക്ഷം കേരളത്തിൽ, ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ് നിങ്ങളോട്, എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഉറപ്പോടുകൂടി മാത്രമേ പറയുള്ളൂ. വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ പറയേണ്ട ഒരു കാര്യം ഞങ്ങൾക്ക് തിരുത്തി പറയേണ്ടി വന്നിട്ടില്ല. ഇത്തവണത്തെ നിയമസഭാ സമ്മേളനം വലിയ സംഘർഷാത്മകമായിരുന്നു. വലിയ സംഘർഷമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ നടക്കുകയാണ്. ഇന്നലെ ഇതിന്റെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ ഭരണപക്ഷം പ്രതിരോധത്തിലായ സാഹചര്യം ഉണ്ടായിരുന്നു. ശരിക്കും ഈ നിയമസഭാ സംഘർഷത്തിന് ശേഷം VD സതീശൻ, പ്രതിപക്ഷ നേതാവ്, ആദ്യമായി സുദീർഘമായ ഒരു അഭിമുഖം നൽകുന്നത് നമുക്കാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ, അദ്ദേഹത്തിന്റെ ചില പ്രഖ്യാപനങ്ങൾ, ഇനി കോൺഗ്രസ് മുന്നോട്ട് എടുക്കുന്ന രാഷ്ട്രീയ സമീപനത്തെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി സമകാലീന വിഷയങ്ങളിലെല്ലാം അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ഇത് പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് പ്രേക്ഷകർ കണ്ടത്. ഇതിന്റെ പൂർണ്ണമായ അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്കാണ് News 18 കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്നത്. നമുക്കിനി മറ്റ് വാർത്തകൾ, ഒരുപാട് വാർത്തകൾ സംഭവിക്കുന്നുണ്ട് സംസ്ഥാനത്തുടനീളം. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും കൊച്ചിയിലും ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ്. തിരുവനന്തപുരത്ത് നന്ദൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. കൊച്ചിയിൽ ഡാനി പോളുണ്ട്. ഒപ്പം കോഴിക്കോട്ട് വിനേഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. 3 പേർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങളുള്ളത് ഇവിടെ UST ഗ്ലോബൽ, തിരുവനന്തപുരത്തിന്റെ കേരളത്തിന്റെ IT ഹബ്ബായ കഴക്കൂട്ടം ആക്കുളം ഭാഗത്താണ്. ആദ്യം നമുക്ക് തിരുവനന്തപുരത്തെ നന്ദനിലേക്ക് ഒന്ന് പോകണം. നന്ദൻ, ഈ പാറ്റൂർ സംഭവം ഇന്ന് 11 ദിവസമാകുന്നു. പ്രതിയിലേക്ക് എന്ന് ഓരോ ദിവസവും പോലീസ് പറയാറുണ്ട്. പ്രതിയുമായി ബന്ധപ്പെട്ട സൂചനകൾ കിട്ടിയെന്നുള്ളത്. പക്ഷേ സർക്കാരിന് അക്ഷരാർത്ഥത്തിൽ, പോലീസിന് അക്ഷരാർത്ഥത്തിൽ വലിയ നാണക്കേടായിരിക്കുകയാണ് ഈ സംഭവം. എന്താണ് ഏറ്റവും പുതിയ അന്വേഷണ വിവരം പോലീസ് പുറത്തുവിടുന്നത്? രഞ്ജിത്ത്, ആര്യ, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനം, ഈ ഒരു സംഭവം മാർച്ച് 13 രാത്രി 11 മണിക്കാണ് സംഭവിക്കുന്നത്. ഇന്ന് 24-ാം തീയതി ആയിരിക്കുന്നു. ഇതുവരെയും പോലീസിന് ഒരു തെളിവോ ഒരു തുമ്പോ ഈ ഒരു കേസിൽ ലഭിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തലസ്ഥാനത്ത് സ്ത്രീകൾക്ക് നേരെ ഒരു നടക്കാൻ പാടില്ലാത്തൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിൽ ഇത്രയേ പോലീസിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുള്ളൂ എന്നത് തെളിവാണ് ഇപ്പോൾ ഈ ഒരു പാറ്റൂരിലെ ഈ ഒരു സംഭവം. 49-കാരിക്ക് നേരെ നടന്ന ഈ ഒരു ആക്രമണത്തിൽ 11 ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. എന്തായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച്
അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. പക്ഷേ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതുവരെയും ആ പ്രതി സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ നമ്പർ കൂടി ഇതുവരെയും ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രതിയെ ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശം 11 ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെക്കുറിച്ച് ഒരു കാര്യം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും പോസിറ്റീവായിട്ട് ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പോലീസിന്റെ ആ ഒരു നിഷ്ക്രിയത്വം തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെയുള്ള നീക്കങ്ങളെല്ലാം തന്നെ. സംഭവം നടന്ന് 2 ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ കേസ് എടുക്കുന്ന രീതിയിലേക്ക് പോകുന്നത്. കാരണം ആദ്യം ഈ ഒരു സംഭവം നടന്ന ഉടൻ ഈ ഒരു യുവതി 49 വയസ്സുകാരിയായ ഈ ഒരു സ്ത്രീ പോലീസിന് വിവരം അറിയിക്കുന്നു. എന്നിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ രീതിയിൽ ഈ ഒരു സ്ത്രീയോട് സമീപിക്കുന്നു പോലുമില്ല. മോശമായ ഭാഷയിൽ സംസാരിച്ചു എന്നൊരു കാര്യവും കൂടി ഈ ഒരു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും സഹായം അഭ്യർത്ഥിച്ചു ചെന്നപ്പോൾ കൃത്യമായ ഒരു സഹായം നൽകാൻ പോലീസ് തയ്യാറായില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസത്തിന് ശേഷം മാത്രമാണ് ഇത്തരത്തിൽ നടപടിയെടുക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോകുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇത്തരത്തിൽ ആദ്യം ഈ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചോദിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു റിപ്പോർട്ട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വീണ്ടും നടപടി സ്വീകരിക്കാൻ തയ്യാറായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അതിനുശേഷം പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഈ ഒരു യുവതിയുടെ വസതിയിലെത്തി കാണുകയും ചെയ്തിരുന്നു. അപ്പോഴും പോലീസിനെ ന്യായീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷൻ അധ്യക്ഷയും ആദ്യം പോലീസിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയിരുന്നു. അതിനുശേഷമാണ് ഇത് വലിയ തോതിൽ വിവാദമായതിനു ശേഷമാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പോലും പോലീസിന്റെ നടപടിയെ തള്ളിക്കളയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതിനൊക്കെ ശേഷമാണ് പോലീസ് നടപടി ഊർജിതമാവുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. എത്രയും വേഗം പ്രതിയെ പിടികൂടാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. രഞ്ജിത്ത്, ആര്യ. നന്ദൻ, ഏതായാലും പോലീസ് നന്ദൻ പറഞ്ഞതുപോലെ വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ സംസ്ഥാനം ഇത്ര വലിയ സംഭവം തിരുവനന്തപുരത്ത് 1 2 അല്ല, നിരവധിയായ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നു. പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുക്കുമ്പോഴാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുകയും ആക്രമിക്കപ്പെട്ട സ്ത്രീയുടെ സമാനമായ ഒരു കേസ് തന്നെയായിരുന്നു. നിരവധി ദിവസങ്ങൾക്ക് ശേഷമാണ് ആ പ്രതിയെ പിടികൂടാനായത്. അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ പ്രതിയെ കറക്റ്റ് സമയത്ത് പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ള വിമർശനങ്ങളൊക്കെയും ആ ഘട്ടത്തിലും പോലീസ് നേരിട്ടതാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പാറ്റൂരിലെ വിഷയവും എത്തി നിൽക്കുന്നത്. ഇതിപ്പോൾ 11 ദിവസം പിന്നിട്ടിട്ടും പ്രതിയെപ്പറ്റി ഒരു തുമ്പും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിനിടയ്ക്ക് പോലീസ് പല തവണ അവകാശവാദം ഉന്നയിച്ചിരുന്നു. CCTV ദൃശ്യങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണെന്നും പ്രതിയിലേക്ക് എത്തിയെന്നും ഒക്കെ പോലീസ് പറഞ്ഞിരുന്നു. പക്ഷേ ശരിക്കും പോലീസ് ഇപ്പോൾ നന്ദൻ പറഞ്ഞ പോലെ ഇരുട്ടിൽ തപ്പുക തന്നെയാണ്. ആര്യ, മറ്റൊരു പ്രധാന വാർത്ത കോവിഡ് കേസുകളുടെ കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോവിഡ് കേസുകൾ സംസ്ഥാനത്ത് ആശങ്കാജനകമായ രീതിയിൽ വർദ്ധിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിവരമുണ്ട്. കാരണം ഇപ്പോൾ പൊതുവെ മാസ്ക് ഒന്നും വെച്ച് ആളുകളെ ആരെയും കാണാറില്ല. മാസ്ക് വേണം എന്ന് വിദഗ്ധരൊക്കെ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും പൊതുസ്ഥലങ്ങളിലും മറ്റ് ഈ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലും ഒന്നും മാസ്കിന്റെ സാന്നിധ്യം ഇപ്പോൾ ഇല്ല, അല്ലെ? പൊതുവെ എല്ലാവരും കോവിഡിനെ പറ്റി മറന്നുപോയ ഒരു സാഹചര്യത്തിലാണ് ഈ പുതിയ കണക്കുകൾ എത്തുന്നത്. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. രാജ്യത്ത് തന്നെ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി എല്ലാ സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. നന്ദൻ, എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം സംസ്ഥാനത്ത്? ആര്യ, നിലവിൽ കോവിഡ് കേസുമായി ബന്ധപ്പെട്ട് ആശങ്കയില്ല എന്ന് തന്നെയാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ മാർച്ച് 14-ന് 100 കേസുകൾ മാത്രമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ മാർച്ച് 23 ആയപ്പോഴേക്കും അത് 223 കേസുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ആക്റ്റീവ് കേസുകളുടെ എണ്ണം 1000-ന് മുകളിലേക്കും കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ട്. മാസ്ക് നിർബന്ധമാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആശുപത്രിയിൽ എത്തുന്നവരും ഗർഭിണികളും അതോടൊപ്പം തന്നെ വയസ്സായവരും അതോടൊപ്പം തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരൊക്കെ തന്നെ മാസ്ക് നിർബന്ധമായി തന്നെ ഉപയോഗിക്കണം എന്നൊരു നിർദ്ദേശവും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എന്തായാലും ആശുപത്രികളിൽ കൃത്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്താൻ ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വീണ്ടും ഒരു ചെറിയ തോതിൽ ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ് ഈ ഒരു കോവിഡ് കേസുകളിലെ നേരിയ വർധന. വരും ദിവസങ്ങളിൽ കോവിഡ് കേസുകളിൽ വർധന ഉണ്ടാകുമെന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ പറയുകയും ചെയ്യുന്നത്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ്. ക്ലസ്റ്ററുകളൊന്നും തന്നെ ഇതുവരെയും രൂപപ്പെട്ടിട്ടില്ല. ചില ആക്റ്റീവ് കേസുകളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും പുതിയ വകഭേദം ഒന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ്
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ആശുപത്രി സജ്ജീകരണങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് ICU, വെന്റിലേറ്റർ അടക്കം ഓക്സിജൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമാക്കാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിലും നിരീക്ഷണം ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം വിളിച്ച അവലോകന യോഗത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ മരുന്നുകളടക്കം സജ്ജമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രായമായവരും കുട്ടികളും ഗർഭിണികളും പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ജില്ലകളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ കോവിഡ് കേസുകളിലെ വർധന കാണുന്നത്. ഈ ജില്ലകളിലൊക്കെ തന്നെ കൃത്യമായ നിരീക്ഷണം ശക്തമാക്കാനും സർജ് പ്ലാൻ ഒക്കെ തന്നെ നടപ്പിലാക്കാനും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ വകഭേദം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളൊക്കെ തന്നെ നടത്താനും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. എന്തായാലും നേരിയ തോതിൽ ഇപ്പോൾ കോവിഡ് കേസുകൾ വർധന ഉണ്ടാവുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാർച്ച് 13-ാം തീയതി 100 കേസുകൾ മാത്രമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ദിവസം 223 കേസുകൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 126 പേർ മാത്രമാണ് രോഗമുക്തി നേടിയിട്ടുള്ളത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് അത് 4% എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ഈ കേസുകളിൽ ഉണ്ടാകുന്ന വർധന അത് ആശങ്ക ഇല്ലെങ്കിൽ കൂടിയും അത് ഇനിയും മാസ്ക് ധരിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. കോവിഡ് ഒക്കെ തന്നെ ആരെ സൂചിപ്പിച്ച പോലെ നമ്മൾ മറന്നിരുന്ന ഒരു സാഹചര്യമുണ്ട്. ആരും മാസ്ക് ധരിക്കാതെ തന്നെയാണ് ഇപ്പോൾ പൊതുസ്ഥലങ്ങളിലേക്ക് എത്തുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഒരു കോവിഡ് കേസുകളുടെ ഒരു വർധന ചെറിയ തോതിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പുതിയ വകഭേദം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യാത്തത് വലിയ തോതിൽ ആശ്വാസം നൽകുകയും ചെയ്യുന്നുണ്ട്. ആര്യ, രഞ്ജിത്ത്. നന്ദനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും നേരത്തെ നന്ദൻ പറഞ്ഞതുപോലെ ചില മുന്നറിയിപ്പുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായും കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. കാരണം 1000-ലധികം ആക്റ്റീവ് കേസുകൾ ഇപ്പോൾ സംസ്ഥാനത്ത് ഉണ്ട്. 100-ൽ നിന്നാണ് വളരെ പെട്ടെന്ന് ഒരു 1000-ന് മുകളിലേക്ക് ഒരു ആക്റ്റീവ് കേസുകളിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത്. വീണ്ടും ഒരു മാസ്ക് ഇട്ട കാലത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് ഈ മുൻകരുതൽ എടുത്താൽ ഒരുപക്ഷെ ഈ ഒരു ആശങ്ക ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. നമുക്കിനി ആര്യ കൊച്ചിയിലേക്ക് ഒന്ന് പോകണം. അവിടെ ഡാനി, ഗുഡ് മോർണിംഗ്. 2 പ്രധാന സംഭവങ്ങളാണ് കൊച്ചിയിൽ നിന്നുള്ളത്. ഒന്ന്, സന്തോഷ് ഈപ്പന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. മറ്റൊന്ന്, ബ്രഹ്മപുരത്ത് വലിയ പ്രതിഷേധമുണ്ട്. അതിനനുസരിച്ച് കോൺഗ്രസ് നേതാവ് VD സതീശൻ, പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത് CBIയെ സമീപിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ബ്രഹ്മപുരത്തിലേക്ക് ഒന്ന് പോയാൽ അവിടെ കൊച്ചി കോർപ്പറേഷന്റെ ചില ആശങ്കകളുണ്ട്. ഈ 100 കോടിയുടെ കാര്യത്തിൽ നിയമ പോരാട്ടത്തിലാണ് കൊച്ചി കോർപ്പറേഷൻ. മറ്റൊന്ന്, പ്രതിപക്ഷത്തിന്റെ നീക്കമാണ്. എന്താണ് ബ്രഹ്മപുരത്തെ ഇന്നത്തെ ദിവസം സജീവമാക്കുന്നത്? രഞ്ജിത്ത്, ആര്യ, ഗുഡ് മോർണിംഗ്. ബ്രഹ്മപുരം ഇപ്പോഴും വളരെ സജീവ ചർച്ച തന്നെയാണ്. കാരണം അതിൽ തീക്കെടുത്തുന്നു എന്നതിനേക്കാൾ അപ്പുറം ഇതിന് നൽകിയിരുന്ന കരാർ, അതിൻ്റെ ഉപകരാർ, ഇത് സംബന്ധിച്ച് ഇപ്പോഴും അതിലൊരു വ്യക്തതയിലേക്ക് ഇപ്പോഴും എത്താൻ ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല. രണ്ടുപേരും പരസ്പരം ആരോപിക്കപ്പെടുന്നു. പല കൗൺസിലുകളുടെ കാലത്തായി ഇത് ചർച്ചകൾ നടന്നതാണ്. രണ്ടുപേരും ഇതിൽ ആരോപണ വിധേയരാണെന്ന് ഇരുപക്ഷവും ആക്ഷേപിക്കുകയും ചെയ്യുന്നു. അപ്പോഴും ഇക്കാലത്ത് ഇപ്പോഴത്തെ ഒരു നഗരസഭാ കൗൺസിൽ തന്നെയാണ് കൂടുതലും അതിൻ്റെ ഒരു പ്രതിസ്ഥാനത്തേക്ക് അടക്കം വരുന്നത്. പ്രത്യേകിച്ച് അവരുടെ കാലത്താണ് ഈ വലിയ രീതിയിൽ ഈ ഒരു ഫയർ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഒരു കരാർ സമിതിയായി പോലും ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായില്ല, ഈ വലിയ തീപിടുത്തം ഉണ്ടായില്ലെങ്കിൽ. നിലവിൽ ഈ കരാർ സംബന്ധിച്ച് ഇതിൻ്റെ അവ്യക്തത, ഇത്തരം കാര്യങ്ങളെല്ലാം മാറ്റണം. അതുകൊണ്ട് ഒരു CBI അന്വേഷണം തന്നെ വേണമെന്ന രീതിയിലേക്കാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. പലകുറി അവരുടെ പല നേതാക്കൾ ഇത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയിലേക്ക് അടക്കം നീങ്ങാനുള്ള ഒരു ഉദ്ദേശത്തിലേക്ക് കോൺഗ്രസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഈ നിയമ പോരാട്ടങ്ങൾക്ക് അല്ലെങ്കിൽ ഈ നിയമം വഴി, ഹൈക്കോടതി വഴി CBI അന്വേഷണം എന്നൊരു ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെയാണ് സമരത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും തങ്ങൾ പിന്നോട്ടില്ല എന്നാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. നാളെ കൗൺസിലാണ്, കൊച്ചിൻ കോർപ്പറേഷൻ്റെ കൗൺസിൽ, ബജറ്റിന് മുൻപായുള്ള കൗൺസിൽ ചേരുകയാണ്. അങ്ങനെ ഭരണപരമായ ഒരു പ്രതിസന്ധി അവിടെയുമുണ്ട്. പ്രതിപക്ഷം ഇതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നു. മേയർ അധ്യക്ഷത വഹിക്കുന്ന ഒന്നിലേക്കും തങ്ങളില്ല എന്ന രീതിയിലേക്ക് അവർ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. പ്രതിഷേധം തുടരുന്നു. കഴിഞ്ഞ ദിവസം വികസന സെമിനാർ അടക്കം ഇത്തരം ഒരു പ്രതിഷേധത്തിൻ്റെ വേദിയായിരുന്നു. നാളെ കൗൺസിൽ ചേരുമ്പോൾ ഇവിടേക്ക് കോൺഗ്രസിൻ്റെ അടക്കം കമ്മീഷൻ ഓഫീസ് അടക്കം മാർച്ച് വെച്ചിട്ടുണ്ട്. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സമരത്തെ നേരിട്ട ഒരു നടപടി അത് നീതീകരിക്കാനാവില്ല. അങ്ങനെ വിവിധ പ്രതിപക്ഷം, അതായത് BJP ഉൾപ്പെടെ ഇതിൽ സമരരംഗത്തേക്ക് വന്നിട്ടുണ്ട്. BJP നാളെ കൗൺസിൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയാണ്. അങ്ങനെ ഈ സമരങ്ങളിൽ കൊണ്ട് തന്നെ മുഖരിതമാണ് ബ്രഹ്മപുരം വിഷയത്തിൽ കൊച്ചിൻ കോർപ്പറേഷൻ. വലിയ രീതിയിൽ ഇപ്പോഴും അത് ചർച്ച ചെയ്യപ്പെടുന്നു. ഒപ്പം ബ്രഹ്മപുരത്ത് ഇപ്പോഴും അവിടെ കാവൽ നിൽക്കുന്ന അഗ്നിശമന സേനാംഗങ്ങൾ, അവരെ മുഴുവൻ സമയം 24 മണിക്കൂർ അവരൊരു നിരീക്ഷണം അവിടെയുണ്ട്.
തികച്ചും പരിമിതമായ സൗകര്യങ്ങളിലാണ് അവരവിടെ ഇപ്പോഴും ഉള്ളത്. അവർക്ക് മതിയായ സൗകര്യം ചെയ്തു കൊടുക്കാൻ നഗരസഭ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യവും വളരെ ശക്തമാണ്. കാരണം ഇതിനിടയിലും ഇടയ്ക്കെങ്കിലുമൊക്കെ ചെറിയ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവർ ജാഗരൂകരായതുകൊണ്ട് മാത്രമാണ് അതെല്ലാം അടച്ച് ഇപ്പോഴും ആ രീതിയിലേക്ക് പോകാൻ കഴിയുന്നത്. അങ്ങനെ ബ്രഹ്മപുരം ആ വിഷയം ഇപ്പോഴും പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കൗൺസിൽ ഹാളിനകത്തും പുറത്തുമെല്ലാം പ്രതിഷേധങ്ങളുടെ എല്ലാം സ്വഭാവത്തിൽ മാറുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടത്തിലേക്ക് അടക്കം നീങ്ങാനുള്ള രീതിയിലേക്ക് കോൺഗ്രസ് തയ്യാറെടുക്കുകയും ചെയ്യുകയാണ്. രഞ്ജിത്ത, അതാണ് ബ്രഹ്മപുരത്തെ സാഹചര്യം. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡാനി തിരിച്ചു വരാം. പ്രധാനപ്പെട്ട കാര്യം ആര്യ, ബ്രഹ്മപുരത്ത് ഇപ്പോഴും തീ അണഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് വീണ്ടും വീണ്ടും ഇടയ്ക്കിടെ കത്തുന്നുണ്ട്, പടരുന്നുണ്ട്. അഗ്നിരക്ഷാ സേനയുടെ നിതാന്ത ജാഗ്രത മൂലം മാത്രമാണ് തുടക്കത്തിലേക്ക് എടുക്കാൻ കഴിയുന്നതും നേരത്തെ നമ്മൾ കണ്ടതുപോലെ വലിയൊരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് അത് മാറാത്തതും. പക്ഷേ അവരുടെ ഒരു പ്രശ്നം, നമ്മൾ ഈ അഗ്നി സംരക്ഷണ സേനയുടെ വലിയ പ്രവർത്തനങ്ങളെ കുറിച്ച് ആദ്യഘട്ടം മുതൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവരുടെ ഒരു നിതാന്തമായ പരിശ്രമമാണ് കൊച്ചിയെ വലിയൊരു ദുരന്തത്തിൽ രക്ഷിച്ചത്. പക്ഷേ ഇപ്പോഴും ഇത്രയും അവർ കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടും യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെയാണ് ഈ മാലിന്യ കൂമ്പാരത്തിനിടയിൽ ഇവർ കഴിയുകയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടി വരുന്നത്. ആ വാർത്തയിലേക്ക് ഒന്ന് പോകും. രണ്ടാഴ്ചയോളം നീണ്ട അഗ്നിബാധ, കടുത്ത തീയും പുകയും ദുർഗന്ധവും, 100 ഏക്കറോളം വരുന്ന മാലിന്യമല. പ്രതിസന്ധികളങ്ങനെ ഒരുപാടുണ്ടായിരുന്നെങ്കിലും വിചാരിച്ചതിനും വേഗത്തിൽ നമ്മുടെ അഗ്നിരക്ഷാസേന ബ്രഹ്മപുരത്തെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി. 20 അടിയോളം ഉയരത്തിൽ കുന്നുകൂട്ടിയിരിക്കുന്ന മാലിന്യങ്ങളുടെ അടിത്തട്ടിൽ ഇപ്പോഴും മീഥൈൽ വാതകത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ തീപിടിക്കാനുള്ള മുഴുവൻ സാധ്യതയുമുണ്ട്. ചില സ്ഥലങ്ങളിൽ നിന്ന് പുകയും ചില സ്ഥലങ്ങളിൽ തീയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക്കൽ വല്ലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. ആ തീയ് ഞങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ ഞങ്ങൾ കിടത്തുന്നതുകൊണ്ട് കൂടുതൽ പടരാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. മരത്തിൻ്റെ വേരിന് ചെറുതായിട്ട് ഫയർ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പോഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് നമ്മ JCB ഉപയോഗിച്ച് ആ വേര് പൊക്കിയെടുത്ത് വെള്ളമടിച്ച് നമുക്ക് എടുത്ത് ചെറിയൊരു ഫയർ ആയിരുന്നു, കുഴപ്പമുണ്ടായിരുന്നു. അഗ്നിരക്ഷാസേനയുടെ 15-അംഗ സംഘം മുഴുവൻ സമയവും ഇവിടെ കാവലിരിക്കുന്നുണ്ടെങ്കിലും യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇവർക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടി അതിനു താഴെയാണ് ഇവരുടെ സങ്കേതം. പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും പരിമിതമായ സൗകര്യങ്ങളേയുള്ളൂ. എങ്കിലും ആരോടും പരാതികളില്ല. ഈ അസൗകര്യങ്ങളുടെ നടുവിൽ നിന്നാണ് ഞങ്ങൾ 22 ദിവസമായിട്ട് ഞങ്ങളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഞങ്ങൾക്കൊരു ശീലമായി, ഞങ്ങളുടെ കടമയാണ്. ആ കടമ ഞങ്ങൾ സന്തോഷത്തോടെ ചെയ്യുന്നു. ഞങ്ങൾക്ക് യാതൊരു പരാതി അനുഭവമൊന്നുമില്ല, സന്തോഷം മാത്രം. ബ്രഹ്മപുരം പദ്ധതി കരാറിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അതിനിടയിൽ ഇങ്ങനെ ചിലർ കൂടി ഇവിടെയുണ്ടെന്ന് അധികൃതർ ഓർക്കണം. ബ്രഹ്മപുരത്ത് ഇനിയൊരു ദുരന്തമുണ്ടാകാതിരിക്കാൻ എല്ലാ പരിമിതികൾക്കിടയിലും കണ്ണിമചിമ്മാതെ കാവലിരിക്കുന്നുണ്ട് നമ്മുടെ അഗ്നിരക്ഷാസേന. അവർക്ക് മതിയായ സൗകര്യമൊരുക്കാനുള്ള ബാധ്യത കൂടി നമ്മുടെ അധികാരികൾക്കുണ്ട്. ബ്രഹ്മപുരത്ത് നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. അപ്പോൾ അതാണ് ബ്രഹ്മപുരത്തിന്റെ. നമ്മൾ ഈ പല സർക്കാർ സംവിധാനങ്ങളെയും വിമർശിക്കുമ്പോഴും സർക്കാരിന്റെ ഈ ഉദ്യോഗസ്ഥരെയൊക്കെ പല കാര്യങ്ങളിലും പോലീസിനടക്കം നമ്മൾ വലിയ വിമർശനത്തിൽ വാർത്ത കൊടുക്കാറുണ്ട്. പക്ഷേ ഇത്തരം വാർത്തകൾ കൂടി ശ്രദ്ധിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞാൽ ഈ ഇത്തരത്തിൽ ഈ അഗ്നിരക്ഷാ സേന പോലെയുള്ള സംവിധാനങ്ങൾ ഏത് തരത്തിലാണ് ഈ ബ്രഹ്മപുരത്തെ മാലിന്യ കൂമ്പാരത്തിൽ, ശരിക്കും മാലിന്യ കൂമ്പാരത്തിനിടയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അഗ്നിരക്ഷാ സേനയുടെ ചിത്രം പോലും നമ്മൾ കണ്ടതാണ്. കാരണം 22 ദിവസമായി അവർ അവിടെ തുടരുന്നു. ഈ രാവും പകലുമില്ലാതെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഇത് കണ്ണു തുറന്ന് കാണേണ്ടവർ കാണണം. അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും വേണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി കൊച്ചിയിലേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ED അറസ്റ്റ് ചെയ്തിരിക്കുന്ന ലൈഫ് മിഷൻ കേസിൽ അറസ്റ്റിലായിട്ടുള്ള യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പന്റെ ചോദ്യം ചെയ്യൽ അത് തുടരുകയാണ്. ഡാനി പോൾ വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട് നമുക്കൊപ്പം. ഡാനി, ഈ സന്തോഷ് ഈപ്പന്റെ ചോദ്യം ചെയ്യൽ അത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ UV ജോസുമായി ഒപ്പം ഇരുത്തിയുള്ള ചോദ്യം ചെയ്യൽ അടക്കം നടന്നു. എങ്ങനെ പുരോഗമിക്കുന്നു ഈ ചോദ്യം ചെയ്യൽ, അതോടൊപ്പം ഈ ഒരു വിഷയത്തിലെ നിയമ നടപടികൾ അടക്കം EDയുടെ നീക്കം? ആര്യ, ലൈഫ് മിഷൻ കേസ് അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ ആണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചോദ്യം ചെയ്യലടക്കം ഇപ്പോൾ
യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പൻ അറസ്റ്റായതിനു ശേഷം 2 ദിവസം കസ്റ്റഡിയിൽ കൊടുത്തു. ഇന്നലെ ഇതുവരെയുള്ള ഈ ചോദ്യം ചെയ്യലിൻ്റെ ഒരു പുരോഗതി, ഇനി എന്തെല്ലാം അറിയേണ്ടതുണ്ട് എന്നതടക്കമുള്ള ഒരു റിപ്പോർട്ട് വിചാരണ കോടതിയിൽ നൽകുകയുണ്ടായിരുന്നു. അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 4 ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. പ്രധാനമായും ഇവർ സൂചിപ്പിക്കുന്നത് 4.5 കോടിയോളം രൂപ കോഴയായി നൽകി എന്ന ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. അത് സന്തോഷ് ഈപ്പനും സമ്മതിക്കുന്നുണ്ട്. കമ്മീഷൻ തുകയെന്നാണ് അദ്ദേഹം അതിനെ പറയുന്നത്. പക്ഷേ ഇതിൽ ആർക്കൊക്കെ വിതരണം ചെയ്തു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. വ്യക്തമായ ഒരു ഉത്തരത്തിലേക്ക് അല്ലെങ്കിൽ വ്യക്തമായ ആളുകളിലേക്ക് ചെന്നെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിൽ ഒരു ഭാഗം മാത്രമാണ് ഈ ലോക്കറിൽ നിന്ന് കണ്ടെത്തിയത്. ബാക്കിയുള്ള തുക അതിൽ ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദിന് ഡോളറായി നൽകി എന്ന് പറയുമ്പോഴും പിന്നെയും അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ തുക എവിടെ ആർക്ക് കൊടുത്തു എന്നത് എല്ലാം തന്നെ വിശദമാക്കിയിട്ടുണ്ട്. ആ തുകയിൽ കൂടുതൽ നൽകിയിട്ടുണ്ടോ എന്നൊരു സംശയം ബലപ്പെട്ടിട്ടുണ്ട്. കാരണം സ്വപ്നയുടെ മൊഴി അതാ പറഞ്ഞിരിക്കുന്ന തുകയേക്കാളും മുകളിലുള്ളൊരു തുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഈ കള്ളപ്പണം സംബന്ധിച്ച് ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതിന് വ്യക്തമായും ഉത്തരം പറയാൻ കഴിയുള്ള ഒരാൾ സന്തോഷ് ഈപ്പൻ തന്നെയാണ്. അദ്ദേഹമാണ് ഇത് നൽകിയെന്ന് പറയുന്നത്. എങ്കിൽ ആർക്കൊക്കെ നൽകി എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ UV ജോസിനെ, ലൈഫ് മിഷൻ മുൻ CEO UV ജോസിനെ ചോദ്യം ചെയ്തിരുന്നു. ഈ ദിവസങ്ങളിൽ 4 ദിവസം ഇനി കസ്റ്റഡിയിലേക്ക് വരുമ്പോൾ വീണ്ടും UV ജോസിനെ വിളിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അദ്ദേഹത്തിന് ഈ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാങ്കേതികമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറാൻ കഴിയില്ല എന്ന് ED വ്യക്തമാക്കിയിട്ടുണ്ട്. താൻ ശിവശങ്കറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം പ്രവർത്തിച്ചു എന്ന് പറയുമ്പോഴും അത് മാത്രമല്ല എന്ന രീതിയിലേക്കാണ് ED ചെന്നെത്തിയിരിക്കുന്നത്. കാരണം യൂണിടാക്കിന് അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള ചില കാര്യങ്ങളിൽ വളരെ സജീവമായിട്ട് തന്നെ UV ജോസ് ഇടപെട്ടിട്ടുണ്ട് എന്നതാണ് EDയുടെ കണ്ടെത്തലിലേക്ക് വന്നിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ CM രവീന്ദ്രനെ വീണ്ടും വിളിച്ചു വരുത്താനുള്ള സാധ്യത അതും ഈ ദിവസങ്ങളിൽ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളുണ്ട്. അങ്ങനെ ഈ ചോദ്യം ചെയ്യലുകളുടെ ഒരു പരമ്പര തന്നെ ഇവിടെ ED കേന്ദ്രീകരിച്ച് നടക്കുന്നു. സ്വപ്ന സുരേഷിൻ്റെ നിയമനം സംബന്ധിച്ച്, സ്പേസ് പാർക്കിലെ നിയമനം സംബന്ധിച്ച് സ്പേസ് പാർക്കിലെയും കൺസൾട്ടൻസിയായ PwCയിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി. അങ്ങനെ ഇതെല്ലാം തന്നെ ED ഒരുമിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വളരെ നിർണായകമായ ഈ ദിവസങ്ങളാണ് ലൈഫ് മിഷൻ സംബന്ധിച്ചിടത്തോളം എത്തുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലുകളുണ്ടാകാം. പ്രത്യേകിച്ച് സന്തോഷ് ഈപ്പന്റെ കസ്റ്റഡി കാലാവധിയിലെ ചോദ്യം ചെയ്യൽ അത് നിർണായകം. ഡാനി ഇപ്പോഴാണ് വിവരങ്ങൾ പങ്കുവെച്ചത്. നമുക്ക് കോഴിക്കോട്ടേക്ക് ഒന്ന് വളരെ പെട്ടെന്ന് പോകണം. കോഴിക്കോട്ട് നേരത്തെ ആര്യ പറഞ്ഞതുപോലെ ഈ യുവതിയെ മെഡിക്കൽ കോളേജിൽ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം അതെന്തായാലും ഞെട്ടിപ്പിക്കുന്ന സംഭവമായി പോയി. കാരണം ഒരു വലിയ സുരക്ഷ വേണ്ട ഒരു സ്ഥലത്ത് സെക്യൂരിറ്റി ജീവനക്കാർ സുരക്ഷ ഒരുക്കേണ്ടവർ തന്നെ ഇങ്ങനെ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് കുറഞ്ഞ ശിക്ഷ ഒന്നുമല്ല നൽകേണ്ടത്. അതെ, വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയായിരുന്നു. അതിന് പിന്നാലെ ഉണ്ടായതും അതിദാരുണമായ സംഭവമാണ്. ഈ അറ്റൻഡർക്കെതിരെ പരാതിപ്പെടുന്നു, അയാൾ അറസ്റ്റിലാവുന്നു. അതിനുശേഷം അവിടെ ഉള്ള മറ്റ് ജീവനക്കാർ എത്തി ഈ യുവതിയെ ഭീഷണിപ്പെടുത്തുകയാണ്, പരാതി പിൻവലിക്കണം എന്നുള്ളത്. ആ പെൺകുട്ടി പരാതിയുമായി മുന്നോട്ട് പോകുന്നു. ഏതായാലും അതിന്റെ ഏറ്റവും പുതിയ വിവരം എന്താണ് വിനേഷ് കുമാർ? ഈ പരാതി പിൻവലിപ്പിക്കാൻ ശ്രമിച്ച ആളുകൾക്കെതിരെ അടക്കം നടപടി വേണ്ടേ? അതിനുള്ള ശ്രമങ്ങൾ, നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? രഞ്ജിത്ത്, ആര്യ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവം യുവതി ലൈംഗിക അതിക്രമത്തിന് ഇരയാവുകയും ആ ലൈംഗിക അതിക്രമം നടത്തിയ അറ്റൻഡർ ശശീന്ദ്രന് വേണ്ടി യുവതിയെ ഭീഷണിപ്പെടുത്തുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്ത 5 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. സംഭവം നടന്നതിന് പിന്നാലെ ഇയാളെ പോലീസ് പിടികൂടിയിരുന്നു. പോലീസ് പിടികൂടിയതും ഈ യുവതിയും അവൻ്റെ ഭർത്താവും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇങ്ങനെ കുറച്ച് പേർ, അതായത് ഈ അവിടുത്തെ ജീവനക്കാരായ കുറച്ച് പേർ, അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരുണ്ട്, ഇവർ ഈ യുവതിയിൽ സമ്മർദ്ദം ചെലുത്തുകയും അതിൽ എടുത്തു പറയേണ്ട വളരെ വിചിത്രമായ ഒരു കാര്യമുണ്ട്. നിങ്ങൾ വിവാഹം കഴിഞ്ഞൊരു സ്ത്രീയല്ലേ, നിങ്ങളിപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതിൽ വലിയ ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വിവാഹം കഴിഞ്ഞ സ്ത്രീയല്ലേ, അപ്പോൾ ലൈംഗിക അതിക്രമം അത് കാര്യമായി എടുക്കേണ്ടതുണ്ടോ എന്നാണ് പോലും ഒരു സ്ത്രീ ഇവരോട് ചോദിച്ചിരിക്കുന്നത്. അത്രത്തോളം വിചിത്രമായതും അല്ലെങ്കിൽ അത്ര ഗൗരവമേറിയതും ആയ വിഷയമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 5 പേരെ സസ്പെൻഡ് ചെയ്യുകയും ഒരാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കിയത് ഈ ഇത്തരത്തിൽ ഇവരോട്, ഈ സ്ത്രീയോട് സംസാരിച്ച ഒരാളെയും ഇയാൾ ഈ ശശീന്ദ്രനെ പിന്തുണയ്ക്കുകയും ചെയ്ത ഒരാളെ പിരിച്ചുവിട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഒപ്പം തന്നെ ഇനിയും കൂടുതൽ പേർ ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതൊരു അന്വേഷണം നടക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇന്നലെ അവരെ സസ്പെൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ഉൾപ്പെടെ ഉണ്ടായത്. ഇനിയും ഇതിൽ കൂടുതൽ പേരുണ്ടോ എന്നുള്ള സംശയമുണ്ട്. കാരണം ഈ അറ്റൻഡറെ സഹായിച്ച കുറേ ആളുകൾ, ഇനിയും കൂടുതൽ പേരുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇയാളുടെ യൂണിയനുമായി ബന്ധപ്പെട്ട ആളുകളോ മറ്റും അവരെയൊക്കെ കുറിച്ചുള്ള ഒരു അന്വേഷണം
നടക്കുന്നുണ്ട്. എന്തായാലും യുവതി ശക്തമായി തന്നെ മുന്നോട്ട് പോകും, നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അവരെ മുഴുവൻ, അതായത് ഇവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ഒപ്പം തന്നെ ഇവരിൽ സമ്മർദ്ദം ചെലുത്തുകയും ഭീഷണിപ്പെടുത്തുകയും എല്ലാം ചെയ്ത മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അല്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അതുപോലെ തന്നെ അവരുടെ ഭർത്താവും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഭർത്താവ് നമ്മളോട് കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇനിയും കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാവും എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. രഞ്ജിത്ത്. തീർച്ചയായും വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വിനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ നടപടി ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവണം. പ്രതിക്കെതിരെ മാത്രമല്ല, ഈ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ യുവതിയെ ഭീഷണിപ്പെടുത്തിയ എല്ലാ ജീവനക്കാർക്കെതിരെയും കർശനമായ നടപടി ഉണ്ടായേ തീരൂ. അത്രത്തോളം ദാരുണമായ ഒരു സംഭവം ആവർത്തിക്കപ്പെടരുത്. അങ്ങനത്തെ സംഭവം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. ആര്യ, നമുക്ക് വളരെ പെട്ടെന്ന് മറ്റ് വാർത്തകളിലേക്ക് പോകണം. കാരണം അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം കോടതിയുടെ ഇടപെടൽ അല്പം പ്രതിസന്ധിയിലാണ്. അതെ, മിഷൻ അരിക്കൊമ്പൻ ഇങ്ങനെ പാതി വഴിയിൽ നിലച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അതിന്റെ കാരണം എന്താണ്, അതിന്റെ പശ്ചാത്തലം എന്താണ് എന്നൊക്കെ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പോയ 20ാമത്തെ സീറ്റ് പിടിക്കാൻ പോകുമ്പോൾ കക്ഷത്തിലിരിക്കുന്ന 19 സീറ്റ് പോകാൻ പാടില്ല. ഉത്തരത്തിലിരിക്കുന്ന 20ാമത്തെ സീറ്റ് എടുക്കാൻ പോകും. പക്വതയില്ലാത്ത ഒരാൾ മന്ത്രിയായി വന്നത്, അതിലൊരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് കോട്ടയാണെന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് മുള്ളുകളുണ്ടെന്ന് എനിക്കറിയാം. മനഃപൂർവ്വം പറഞ്ഞാൽ ചോദിച്ചു മേടിച്ചാണ് ഉത്തരം. നിയമസഭാ സംഘർഷത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ആദ്യ സുദീർഘ അഭിമുഖം ന്യൂസ് 18-ൽ. കൊച്ചിൻ കോർപ്പറേഷനിൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി നടക്കുന്ന സമരം തുടരുകയാണ്. ഇത് ആദ്യം ഞങ്ങൾ അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ മന്ത്രി പറഞ്ഞത് സിറ്റി പോലീസ് കമ്മീഷണറെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രിലിമിനറി റിപ്പോർട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും ഒരു പ്രിലിമിനറി റിപ്പോർട്ടില്ല. വി.ഡി. സതീശൻ ന്യൂസ് 18 എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്കൊപ്പം. പറഞ്ഞതും പറയാത്തതും രാവിലെ 11 മണിക്ക്. വെൽക്കം ബാക്ക്. പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. UST ഗ്ലോബലിന് മുന്നിൽ നിന്നുള്ള പ്രഭാത കേരളം അത് തുടരുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കിക്കാരുടെ വലിയ ആശങ്കയായിരുന്നു അരിക്കൊമ്പനെ പിടിക്കാനുള്ള ദൗത്യം ഏതാണ്ട് പൂർത്തിയായി വരികയായിരുന്നു. പ്രത്യേക തരത്തിലുള്ള സംവിധാനങ്ങളോടുകൂടി അരിക്കൊമ്പനെ തളയ്ക്കാൻ ശ്രമിച്ചു. ഇതിനിടയിലാണ് നിയമപരമായ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അതിനെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ഇനിയിപ്പോൾ ദൗത്യ സംഘത്തിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ആലോചന. തൽക്കാലം അരിക്കൊമ്പനെ പിടിക്കാനുള്ള ദൗത്യം പ്രതിസന്ധി. ഹൈക്കോടതിയാണ് ഇന്നലെ ഈ വിഷയത്തിൽ പ്രത്യേക സിറ്റിംഗ് നടത്തി. രാത്രിയിൽ 8 മണി തൊട്ട് 9:20 വരെ പ്രത്യേക സിറ്റിംഗ് നടത്തുകയും ബുധനാഴ്ച വരെ ഈ ദൗത്യം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത് ഒരു മൃഗസംരക്ഷണ എന്ന മൃഗസംരക്ഷണ സംഘടനയുടെ ഹർജിയിലാണ് നടപടി. കോടതി വിധി അനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് ഈ വിഷയത്തിൽ മന്ത്രി A.K. ശശീന്ദ്രൻ വ്യക്തമാക്കിയത്. തീർച്ചയായും ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനേ സർക്കാരിന് സാധ്യമാവുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് ഉത്തരവനുസരിക്കുക, അവിടുത്തെ ജനങ്ങളുടെ ആശങ്കയകറ്റാൻ കൂടുതൽ വാർഡന്മാരെയും ഓഫീസർമാരെയും അവിടെ നിയോഗിച്ചുകൊണ്ട് സമഗ്രമായ പരിരക്ഷാ പദ്ധതി ആവിഷ്കരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷത്തിൽ നിലനിർത്താൻ സാധിക്കുകയില്ല. അവരെ രക്ഷക്കായി എന്തെല്ലാം സൗകര്യങ്ങളാണോ ചെയ്യേണ്ടത്, എന്തൊക്കെ നടപടികളാണോ സ്വീകരിക്കേണ്ടത്, ആ നടപടികളൊക്കെ സർക്കാർ സ്വീകരിക്കുന്നതാണ്. എന്തായാലും അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു കോടതി ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മന്ത്രി A.K. ശശീന്ദ്രന്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കോട്ടയം CCF ഓഫീസിൽ വെച്ചാണ് യോഗം ചേരുന്നത്. നമുക്ക് ചിന്നക്കനാലിലേക്ക് ഒന്ന് പോകാം. അവിടെ നാട്ടുകാരുടെ ഒരുപാട് ആശങ്കകളുണ്ട്. MS അനീഷ് കുമാർ അവിടെ തയ്യാറാണ്. അനീഷ്, ഗുഡ് മോർണിംഗ്. അനീഷിനൊപ്പം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നാട്ടുകാരടക്കമുണ്ട് എന്നറിയാം. കാരണം അവർക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന അവിടുത്തെ ചില പഞ്ചായത്ത് ചില വാർഡുകളിലെ എല്ലാ വീടുകളും തകർത്ത ഒരു ആന കൂടിയാണ് ഈ അരിക്കൊമ്പൻ എന്ന് പറയുന്നത്. അരിക്കൊമ്പൻ ഞായറാഴ്ച കൂട്ടിലാകുമെന്നായിരുന്നു നാട്ടുകാരുടെയൊക്കെ പ്രതീക്ഷ. അപ്പോൾ അല്പം ഒരു കാലതാമസം ഒരു പക്ഷേ വന്നേക്കാം കോടതി ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ. എന്താണ് അവരുടെ പ്രതികരണം അനീഷ്?
രഞ്ജിത്ത്, ആര്യ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഗുഡ് മോർണിംഗ് ആണെങ്കിലും ഈ ചിന്നക്കനാൽ നിവാസികൾക്ക് അത്ര ഗുഡ് അല്ലാത്ത മോർണിംഗ് ആണിത്. കാരണം ഇന്നലെ രാത്രിയാണ് ഈ സംഘടന, ഈ മൃഗസ്നേഹികളുടെ സംഘടന ഹൈക്കോടതിയെ സമീപിക്കുകയും തൽക്കാലം മുന്നോട്ട് പോകുന്ന ദൗത്യം പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് 29 വരെ ഈ അരിക്കൊമ്പനെ വെടിവെക്കാൻ പാടില്ല, മയക്കുവെടി വെക്കാൻ പാടില്ല എന്ന ഉത്തരവ് വരികയും ചെയ്യുന്നു. എന്തായാലും ഈ നാട്ടുകാർ വളരെ വർഷങ്ങളായി തന്നെ ഉറക്കമില്ലാതെ ജീവിക്കുന്നവരാണ്. രാത്രി തങ്ങളുടെ വീടുകളിലെ മുകളിൽ കയറി പടക്കം പൊട്ടിച്ചും പാട്ടയടിച്ചുമൊക്കെ ഈ അരിക്കൊമ്പൻ മാത്രമല്ല മറ്റു മുറിവാലനും ഒപ്പം ചക്കക്കൊമ്പനും അടക്കമുള്ള നിരവധി ആനകൾ ഇവരുടെ സ്വൈര്യ ജീവിതം തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കും. അതിലേറ്റവും അപകടകാരിയായി മാറിയിരിക്കുന്ന അരിക്കൊമ്പനെയാണ് തളയ്ക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടുകൂടി അതിനെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും നമുക്കിപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് സിനി ഉണ്ട്, ചിന്നക്കനാൽ പഞ്ചായത്തിൻ്റെ. അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. അപ്രതീക്ഷിതമായാണ്, നിങ്ങളെല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. നാട്ടുകാർക്ക് ഏതാണ്ട് ഒരു സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുമെന്ന ഒരു അവസ്ഥ വന്ന സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഈ കോടതിയുടെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. എങ്ങനെ നിങ്ങൾ ഇതിനെ കാണുന്നു? ഈ കോടതി വിധി ദൗർഭാഗ്യകരമായിട്ടാണ് തോന്നുന്നത്. ഞങ്ങളെല്ലാ പ്രതീക്ഷയോടുകൂടി നോക്കി കാണുന്നൊരു ദൗത്യമായിരുന്നു ഇത്. ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത സമയത്ത് ഈ ഞെട്ടലോടുകൂടിയാണ് ഈ ഒരു വിധിയെ കാണുന്നത്. ഇനിയിപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? കാരണം 29 വരെ വെടിവെക്കരുത്, നിങ്ങൾക്കത് വരെ സുരക്ഷ നൽകണമെന്നൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുവരെ കാര്യങ്ങൾ എങ്ങനെ, അല്ലെങ്കിൽ ഇനി എന്താണ് പഞ്ചായത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്തായിരുന്നാലും ഈ കൊമ്പന്മാർ പിടിച്ചുകൊണ്ട് പോവുക തന്നെ ചെയ്യണം. അപ്പോൾ ഇത് പിടിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ ഞങ്ങളും സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കോടതിയിൽ നിങ്ങൾ കക്ഷി ചേരുന്നുണ്ടോ? എങ്ങനെ കോടതിയാണ് ഇത് പറയുന്നത്? അപ്പോൾ സർക്കാരിൻ്റെ വാദമൊക്കെ സർക്കാർ പറയുമെങ്കിലും നിങ്ങൾ നാട്ടുകാരുടെ ഒരു ഭാഗം പറയാൻ നിങ്ങൾ ചേരുന്നുണ്ടോ? എന്താണ് എല്ലാവരുമായിട്ട് ആലോചിച്ച് ഒരു സർവകക്ഷി യോഗം കൂടി തീരുമാനിക്കണം. ഇന്ന് തന്നെ സർവകക്ഷി യോഗം വിളിച്ചിട്ടോ? എങ്ങനെയാണ് അടിയന്തരമായിട്ട് വിളിക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളെങ്ങനെ ഏതാണ്ടൊരു സുരക്ഷിതമായി എന്നൊരു ചിന്തയിലേക്ക് എത്തി വന്ന സമയമാണല്ലേ? ബോധവൽക്കരണം നടപ്പിലാക്കി ആളുകളെ മാറ്റുന്ന എല്ലാ കാര്യവും റെഡിയാക്കി കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു തീരുമാനം വരുന്നത്. അതെ, എല്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് റിസോർട്ടുകളൊക്കെ അന്ന് ദിവസത്തേന് ഗസ്റ്റുകളെയൊന്നും എടുക്കണ്ട. അതേമാതിരി കുടികളിലാണേലും ബോധവൽക്കരണം നടത്തി അന്ന് ആരും പുറത്തിറങ്ങാൻ പാടില്ല. നമുക്കിത് നമ്മുടെ ആവശ്യമാണ്, ഈ ആനയെ പിടിച്ചുകൊണ്ട് പോകണം, നമ്മുടെ ആവശ്യം. അത് എല്ലാവരും അത് സഹകരിക്കാമെന്ന് ആ ഒരു മനോഭാവത്തായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ കോടതി വിധി വരുന്നത്. നമുക്ക് വളരെ ദുഃഖകരമാണ്. എന്താ ഇനി ചെയ്യുക? ഈ കോടതിയിൽ നിന്നൊരു അനുകൂലമായ തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. നിർഭാഗ്യകരമായി പോയി കോടതി വിധി എന്ന് വെച്ചാൽ അത്ര സന്നാഹത്തോടുകൂടി ഈ കാര്യങ്ങൾ നടത്താമെന്നാണ് ഉദ്ദേശിച്ചിരുന്ന ഈ സമയത്ത് ഇത് വളരെ ഖേദകരമാണ്. ഇത് ജനങ്ങളോട് കാണിക്കുന്ന, കോടതി തന്നെ കാണിച്ച ഒരു എന്താ പറയുന്നതിന് ഒരു വാക്ക് കിട്ടുന്നില്ല. അത്ര ബുദ്ധിമുട്ടാണ്. ഈ 3 ആനകളെ ഇവിടുന്ന് പിടിച്ചു മാറ്റാൻ യാതൊരു രക്ഷയില്ല. 3 ആനകളെ അല്ല, ഈ ആനകളെ കൃഷിഭൂമിയിൽ ഇറക്കാതെ ഒരു ആന വളർക്കട്ടെ, അതിന് ഒരു പ്രശ്നമില്ല. അതിനുള്ള സ്ഥലം കണ്ടുപിടിച്ച് ആനകളെ വളർക്കട്ടെ. അത്യാവശ്യമായിട്ട് ഈ 3 കൊമ്പന്മാരും കൊണ്ടുപോകണം. ചക്കക്കൊമ്പൻ, മുറിവാലൻ, അരിക്കൊമ്പൻ, ഈ 3നും കൊണ്ടുപോകണം. അതാണ് നമ്മളിപ്പോൾ. നിങ്ങൾക്ക് സ്വസ്ഥമായി ഇപ്പോഴും ഉറങ്ങാൻ പറ്റുന്നില്ല. അതാണ് ഇന്നത്തെ പ്രശ്നം. അത് വളരെ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. കാലത്ത് 7 മണിക്ക് 8 മണിക്ക് 9 മണിക്ക് ഏലക്കായ എടുത്തുകൊണ്ടിരിക്കും. ഒന്നാമത് ഏലക്കായ്ക്ക് വിലയില്ല, മറ്റു പ്രശ്നങ്ങളാണ്. ഏലക്കായ എടുത്തുകൊണ്ട് പണിക്കാരുമായിട്ട് ഏലക്കായ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് 9 മണിക്കൊക്കെ പണിക്കാരുടെ അടുത്തേക്ക് ആന ഓടി വരികയാണ്. റോഡിൽ കൂടെ വണ്ടിയെ പോകാൻ പാടില്ല. ബൈക്കുകാരനെ തള്ളി വീഴിക്കുന്നു, വണ്ടിക്കാരൻ തടഞ്ഞു നിർത്തുന്നു. പകലില്ല, രാത്രിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു നിവൃത്തിയില്ല. ആത്മഹത്യയുടെ വക്കീലാണ് ഇവിടുത്തെ കൃഷിക്കാർ. ആനടിച്ചു കൊന്നോളൂ. അതെ, ഏതാണ്ട് ഒരു 10-30 വർഷമായിട്ട് ഏതാണ്ട് 10-49 വരെ തട്ടി. ഒരു ന്യായമായ നഷ്ടപരിഹാരം പോലും കൊടുത്തു. വെറും പട്ടി എത്താൽ പോലും ഗവൺമെൻറ് ആക്ഷൻ എടുക്കും. ഇവിടെ മനുഷ്യൻ ചെത്താൻ ആനയടിച്ചു വന്നാൽ യാതൊരു പ്രശ്നമില്ല. അതിന് യാതൊരു ആക്ഷനുമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് ഒരു എത്തും പിടിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ചിന്നക്കനാൽ പഞ്ചായത്ത്, ശാന്തമ്പാറ പഞ്ചായത്ത്, ഇങ്ങനെയുള്ള ഈ പ്രദേശം. കേരളം മൊത്തം ആനയായിപ്പോയി. അതുപോലെ ആന, കുരങ്ങ്, പട്ടി, പൂച്ച എന്ന് വേണ്ട മൃഗങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് പൊറുതിമുട്ടിയ ഒരവസ്ഥയാണ്. എന്താ പറയുന്നത്? தமிழ்நாட்டில் ஒரு ஆனை கொன்ன அந்த ஆனையை வெடி வைக்கிறதுக்கு இப்போ ஒரு புலி அடித்தாலும் அந்த புலியை கொல்றதுக்கு சட்டம் இருக்குது. இந்த கேரளத்தில் ஏன் சட்டம் இல்லை? இந்த கேரளத்தில் ஏன் சட்டம் இல்லை? ஆனை அடித்து ஆளை கொண்டாலும் சட்டம் இது இல்லை, புலி அடித்தாலும் சட்டம் இல்லை. அப்போ தமிழ்நாட்டுக்கும் இந்த கேரளத்துக்கும் என்ன வித்தியாசம் இருக்குது? அங்கே மனுஷனுக்கு விலை இருக்குது, இங்கே மனுஷனுக்கு விலை இல்லை. சரிதானா? மனுஷனுக்கு இங்கே விலை இல்லை. என்ன மிருகம் அடித்து கொண்டாலும் மனுஷனுக்கு விலை இல்லை. தமிழ்நாட்டில் அந்த ஆனை கொண்டா அந்த உடனே வெடி வைக்கிறாங்க, புலியை அடித்தாலும் கொள்கிறாங்க.
புலியை கொள்கிறாங்க. ஏன் இங்கே அங்கே எல்லாம் இந்தியா தானே, அங்கே ஒரு சட்டம் இங்கே ஒரு சட்டமாக இருக்குது. ഈ കോടതി ഇപ്പം തൽക്കാലം നിർത്തിവെക്കാൻ പറഞ്ഞിരിക്കുക, എന്താ എതിർപ്പാർക്കുന്നത്? ഈ കോടതി ചെയ്തേക്കുന്ന കാര്യം, ഈ കോടതിയിൽ இப்போ அறிவிச்சவங்க இங்கே வந்து பார்த்தா தான் அவங்களுக்கு தெரியும். இங்கே உள்ள கிருஷி பூமி பின்ன நாங்கள் ஜீவிக்கிற இடத்துல உள்ள இதெல்லாம் வந்து பார்த்தா தான் அவங்களுக்கு தெரியும். சும்மா கோடதி எல்லாம் பேசிடலாம், சொல்லிடலாம், சட்டம் எல்லாம் பேசலாம், ஆனால் வந்து பார்க்கணும். இங்கே வந்து பார்த்தா தான் அவங்களுக்கு உள்ளது தெரியும். രാത്രി ഇരുന്ന് ഉറക്കമില്ലാതെ ഇങ്ങനെ നടക്കുമായിരിക്കും അല്ലേ? நாளை உறக்கமே இல்லை, எனக்கு வந்து உறக்கமே கிடையாது. പകലിൽ தான் പടുത്തുന്നത്, നൈറ്റിലും ഉറക്കം கிடையாது. 8ാം വാർഡിന്റെ അംഗം നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഇനി ചെയ്യാൻ കഴിയുക? നിങ്ങളെല്ലാ നടപടികളും ഏതാണ്ടൊക്കെ പൂർത്തിയാക്കി വരികയായിരുന്നു അല്ലേ? എന്തായാലും ഈ കോടതി വിധി മാനസികമായിട്ട് ചിന്നക്കാൽ പഞ്ചായത്ത് പ്രവാസികളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നായാലും എല്ലാ ആരാധനാലയങ്ങൾക്കും സർവകക്ഷി യോഗം കൂടി എല്ലാ ആരാധനാലയങ്ങൾക്കും നോട്ടീസ് കൊടുക്കുകയും സ്കൂളുകളിൽ അറിയിക്കുകയും അനൗൺസ്മെൻറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം വരെ ചെയ്തു കഴിഞ്ഞു. ഈ ഒരു അവസ്ഥയിലാണ് ഈ ഒരു വിധി വന്നത്. എന്തായാലും ഇത് സങ്കടം ഉണ്ടാക്കുന്നൊരു വിധിയാണ്. അപ്പോൾ ഇനി മുമ്പോട്ട് എങ്ങനെ പോകണമെന്ന് അറിയില്ല. എന്തായാലും സർവകക്ഷി യോഗം സാന്തമ്പാറ പഞ്ചായത്തുമായിട്ട് കൂടി ആലോചിച്ചുകൊണ്ട് സർവകക്ഷി യോഗം കൂടി ബാക്കി നിയമപരമായിട്ടും സമരപരിപാടികളായിട്ടും മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചേക്കുന്നത്. സമരത്തിലേക്ക് തന്നെ നീങ്ങുവാണ്? തീർച്ചയായിട്ടും, അല്ലാണ്ട് വേറെ വഴിയില്ല. സമരം അല്ലാണ്ട് വേറെ നമുക്ക് നിവൃത്തിയില്ല. കാരണം എന്തായാലും ഇത്രയും കുംകികളെ കൊണ്ടുവരികയും ചെയ്തു, അതിനുള്ള ചെലവും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. അപ്പോൾ ഇനി മുമ്പോട്ട് സമരപരിപാടികളൊക്കെ അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. പിടിക്കേണ്ട അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. കാരണം ഇവിടെ ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ എല്ലാവരും വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിയിരുന്നത്. ഇപ്പോൾ ഇതിനെ പിടിക്കാത്തത് ഭയങ്കര ദുഃഖകരമായ ഒരു കാര്യമാണ്. അത്യാവശ്യമായിട്ടും പിടിച്ചു മാറ്റേണ്ടതാണ്. അല്ലാതെ കൊണ്ട് ഇവിടെ ഉള്ള ആളുകൾക്ക് ഒരു രീതിയിലും ജീവിക്കാൻ പറ്റത്തില്ല. പകലും രാത്രിയിലുള്ള ഒരുപോലെ ശല്യക്കാരാണ് ഇവരെല്ലാം, 3 പേര്. കോടതിയോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കോടതി വിധി നടപ്പിലാക്കേണ്ട കോടതി, നിയമം നടപ്പിലാക്കേണ്ട കോടതിയുടെ അടുത്ത് ജനങ്ങൾ പോയിട്ട് ഇവിടുന്ന് കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി ഉണ്ടായ വളരെ ദൗർഭാഗ്യകരമായ ഒരു വിധിയാണ്. അതുകൊണ്ട് കോടതി അടിയന്തരമായിട്ട് ഈ വിധിയിൽ തന്നെ, ആ വിധിയെ തന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് ഞാനെ പിടിച്ചു മാറ്റാനുള്ള ഒരു വിധി കോടതിയുടെ ഭാഗത്തുണ്ടാകണമെന്ന് തന്നെയാണ് ജനമെന്നുള്ള ഈ ഭാഗത്തെ ഒരു കർഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ അരിക്കൊമ്പൻ 10 പേരെ കൊന്നിട്ടുണ്ട്, 100 കണക്കിന് വീടുകൾ പൊളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചക്കക്കൊമ്പൻ 12 പേരെ കൊന്നിട്ടുണ്ട്, മൊട്ടവാളൻ 6 പേരെ കൊന്നിട്ടുണ്ട്. ഈ ഇത്രയ്ക്കും ജനങ്ങളെ കൊന്നിട്ടും കോടതിയുടെ കണ്ണ് തുറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് നമ്മുടെ നിയമവ്യവസ്ഥയും പോകുന്നതെന്നാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. 29-നാണ് ഇനി പരിഗണിക്കുന്നത്. അന്നൊരു അനുകൂലമായൊരു തീരുമാനം പ്രതീക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീരുമാനം ഒരു 3 ദിവസം വൈകിയാലും 3-4 ദിവസം വൈകിയാലും നമുക്ക് അനുകൂലമായ തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് തന്നെ എപ്പോഴും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം ഈ നാട്ടിലെ ഈ ജനങ്ങളുടെ ഈ മേഖലയിലുള്ള പാവപ്പെട്ടവരെ സാധാരണക്കാരൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അവിടെ ഇരിക്കുന്ന കോടതിയിലിരിക്കുന്ന ഇടുക്കി ജില്ല വിട്ട് കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലുള്ള ആളുകളോടെല്ലാം വെറുപ്പ് പോലെയാണ് കാണുന്നത്. കാരണം ആനയായിട്ടും ബഫർ സോണായിട്ടും വനസംരക്ഷണമായിട്ടും ആനപ്രേമികളായിട്ടും എല്ലാവരും ഇടുക്കി ജില്ലയെ പോലുള്ള പിന്നോക്ക ജില്ലകളിലൊക്കെ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ കൊണ്ട് എന്തായാലും ഇതാണ് ജനങ്ങളുടെ വികാരം. പഞ്ചായത്ത് അടിയന്തരമായി സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. കോടതിയിൽ കക്ഷി ചേരാനുള്ള ആലോചനകളുണ്ട്. ഇതിനപ്പുറം സമരപരിപാടികളിലേക്ക് നീങ്ങാനുള്ള ഒരു ഒരുക്കവും ചിന്നക്കനാലിലും ശാന്തൻപാറയിലുമൊക്കെ നടക്കുന്നുമുണ്ട്. MS സനീഷ് കുമാറാണ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനും ഒപ്പം നാട്ടുകാർക്കും ഒപ്പം ചേർന്ന്. വല്ലാത്ത വിഷമത്തിലും ആശങ്കയിലും ദുരിതത്തിലുമാണ് അവിടെയുള്ള ആളുകൾ. അവരുടെ വാക്കുകളിൽ അതിൽ പ്രകടമാണ്. അരിക്കൊമ്പനെ പിടിക്കാനുള്ള ദൗത്യം ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ അരിക്കൊമ്പൻ തന്റെ സ്വന്തം ദൗത്യവുമായി ഇപ്പോഴും മുന്നേറുകയാണ്. കാരണം അവന് ഈ തേയിലക്കാടുകളിലെ തേയില ചെരുവുകളിലൊക്കെ അവൻ വിലസുന്നു. പെരിയ കനാലിലെ വീടുകൾ ഒരുപാട് തകർക്കുന്നു. ഇപ്പോഴും അരിക്കൊമ്പൻ ഒട്ടും പിന്നോട്ട് പോകുന്ന സാഹചര്യമില്ല. അടുത്ത ദൗത്യത്തിനായി ഒരുങ്ങുകയാണ്. മതികെട്ടാൻചോലയിലെ കൊമ്പന്മാരിൽ രാജാവാണ് അരിക്കൊമ്പൻ. നാടിനെ വിറപ്പിക്കുന്ന ചക്കക്കൊമ്പനെയും മൊട്ടവാലനെയുമൊക്കെ പലപ്പോഴും നയിക്കുന്നവനെന്നാണ് അരിക്കൊമ്പനെ സ്ഥിരമായി നിരീക്ഷിക്കുന്ന വാച്ചർമാരുടെ അഭിപ്രായം. തന്നെ പിടികൂടാൻ വൻ സന്നാഹമൊരുങ്ങുമ്പോഴും അതൊന്നും ഗൗനിക്കാതെ തേയിലച്ചെരുവുകളിലെ കാഴ്ചകൾക്കൊപ്പം ദേശീയപാതയിൽ കുറുമ്പുകൾ കാട്ടി നടക്കുകയാണവൻ. ഏതാനും ദിവസങ്ങളായി പെരിയ കനാൽ മേഖലയിൽ തന്നെ തുടരുകയാണ് അരിക്കൊമ്പൻ. ഇടയ്ക്ക് താഴേക്കിറങ്ങുമെങ്കിലും തിരികെ എത്തും. ഫോറസ്റ്റ് വാച്ചർമാർ സ്ഥിരമായി ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. സിമന്റ് പാലത്തേക്ക് കൊമ്പനെ എത്തിക്കാനാണ് വനം വകുപ്പിന്റെ നീക്കം. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18, ഇടുക്കി.
ചിന്നക്കനാൽ മേഖലയിൽ അരിക്കൊമ്പനാണ് പ്രശ്നമെങ്കിൽ മൂന്നാറിലേക്ക് വരുമ്പോൾ പടയപ്പയുടെ വിളയാട്ടമാണ് അവിടെ ആളുകളുടെ ഉറക്കം കെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ രാജമലയ്ക്ക് സമീപം റോഡിലിറങ്ങിയ പടയപ്പ പുലർച്ചെ വരെ ഇവിടെ തമ്പടിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് നയമക്കാട് മേഖലയിലും പടയപ്പ റോഡിലിറങ്ങിയിരുന്നു. വേനൽ കനത്തതോടെ പടയപ്പ ഒട്ടുമിക്ക ദിവസങ്ങളിലും മൂന്നാറിലെ ജനവാസ കേന്ദ്രങ്ങളിൽ എത്താറുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് നയമക്കാട് മേഖലയിലും പടയപ്പ റോഡിലിറങ്ങിയിരുന്നു. തീറ്റ തേടി നടക്കുന്ന പടയപ്പ വാഹനയാത്രികർക്കിടയിൽ ഭയം ജനിപ്പിക്കുമെങ്കിലും ഇതുവരെയും ആരെയും ആക്രമിച്ചിട്ടില്ല. കൂർത്ത വലിയ കൊമ്പുകളാണ് പടയപ്പയുടെ പ്രത്യേകത. പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ പടയപ്പ അപൂർവമായി മാത്രമേ അക്രമ സ്വഭാവം പുറത്തെടുത്തിട്ടുള്ളൂ. മൂന്നാർ ഉടുമൽപെട്ട അന്തർ സംസ്ഥാന പാതയിൽ 2 തവണ പടയപ്പ KSRTC ബസ് തടഞ്ഞിരുന്നു. ന്യൂസ് 18 മൂന്നാർ. ഈ അരിക്കൊമ്പനിലും പടയപ്പയിലും ഒന്നും തീരുന്നതല്ല ഈ മൂന്നാറിലെ ഇടുക്കിയിലെ ആനകളുടെ പേടി. ഒറ്റയാന്മാരെ കൂടാതെ കാട്ടാനക്കൂട്ടങ്ങളും ആ മേഖലയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. 2 പതിറ്റാണ്ടിലേറെ ചരിത്രമുണ്ട് ഈ കാട്ടാനകൾ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന്റെ കഥകൾ ഇടുക്കിക്കാർക്ക് പറയാൻ. ഇതിനോടകം തന്നെ 43 ജീവനുകളാണ് ആനക്കഴിയിൽ തീർന്നത്. കൃത്യമായി പറഞ്ഞാൽ 2002-ൽ 301 കോളനി അനുവദിച്ച കാലത്ത് തുടങ്ങിയതാണ് ചിന്നക്കനാലിൽ ആനകളോടുള്ള മനുഷ്യന്റെ പോരാട്ടം. 2002-ൽ ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരമാണ് 301 കോളനിയിൽ 301 കുടുംബങ്ങളെ പാർപ്പിച്ചത്. മതികെട്ടാൻ ചോലയിൽ നിന്നുള്ള ആനത്താരയിൽ കോളനി സ്ഥാപിച്ചതാണ് ആനക്കലിക്ക് കാരണം. തുടർച്ചയായ ആക്രമണങ്ങൾ മൂലം പലരും കോളനി വിട്ടു. ഇപ്പോൾ 40-ൽ താഴെ കുടുംബങ്ങളെയുള്ളൂ. മുമ്പ് കാട്ടാനക്കൂട്ടങ്ങൾ ഇതുവഴി കടന്നുപോയിരുന്നെങ്കിലും ആക്രമണങ്ങൾ കുറവായിരുന്നു. ശരിക്കും 80 കാലം മുതൽ നമ്മൾ ഇവിടെ താമസമുള്ളതാണ്, സ്ഥലമുള്ളതാണ്. ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആനശല്യം ഇല്ലായിരുന്നു. ആന ഇങ്ങനെ വന്ന് തലക്കുളം വഴി അങ്ങ് പോകുന്നുണ്ടായിരുന്നുള്ളൂ. അതായത് ശരിക്കും ആനത്താവളങ്ങളിൽ ശരിക്കും വനവാസികളെ കുടിയെത്തിയതിന് ശേഷം ആനത്താവളം അവിടെ ഫെൻസിങ് ഇടുകയും ആനയ്ക്ക് അവിടെ പുൽമേടുകൾ ഇല്ലാതെ വരികയും നിന്ന് മേയാനുള്ള ഒരു അവസ്ഥയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ആണ് കൃഷിയിടങ്ങളിലേക്ക് ആനശല്യം തുടങ്ങിയത്. ആനക്കലിയിൽ ജീവൻ നഷ്ടപ്പെട്ട 43-ാമത്തെ ആളാണ് ഫോറസ്റ്റ് വാച്ചർ ശക്തിവേൽ. ഏത് നിമിഷവും മരണം മുൻപിൽ കണ്ടാണ് കർഷകരുടെ ജീവിതം. കാട്ടാന ശല്യം മൂലം ഇത്രയേറെ പൊറുതിമുട്ടുന്ന ഒരു പ്രദേശം ഇടുക്കി ജില്ലയിൽ വേറെ ഉണ്ടാവില്ല. ഇവിടെ ആളുകൾ സ്വന്തം ജീവൻ കയ്യിലെടുത്തുകൊണ്ടാണ് അവരവരുടെ തോട്ടത്തിൽ പണിയാനും പണിയിപ്പിക്കാനും ഒക്കെ ആയിട്ട് പോകുന്നത്. മുഴുവൻ ഏലകർഷകരായിട്ടുള്ള ഈ നാട്ടിലെ ജനങ്ങൾക്ക് കാട്ടാനയുടെ ശല്യം മൂലം അവരുടെ കാട്ടിലിറങ്ങാനോ സമയത്ത് പണികൾ നടത്താനോ ഏലക്കായ എടുക്കാനോ പണിയിപ്പിക്കാനോ ഒന്നും സാധിക്കാത്തൊരവസ്ഥയാണ്. കാട്ടാന കൂട്ടമായി വന്ന് ഏക്കർ കണക്കിന് കൃഷിയാണ് ഇവിടെ നശിച്ചു പോകുന്നത് ഓരോ വർഷവും. ഏലത്തോട്ടങ്ങളിൽ മിക്കപ്പോഴും കാട്ടാനകളുണ്ടാവും. തൊഴിലാളികൾക്ക് നേരെ കാട്ടാന ആക്രമണം പതിവാണ്. ரோட்டு வழியும் விரட்டிட்டு வருது, காட்டு வழியும் விரட்டிட்டு வருது. நாங்கள் எவ்வளவு முயற்சி பண்ணினாலும் தோட்டத்துக்குள்ள நாங்கள் வேலை செய்ய முடியும். நாங்களே கஷ்டப்பட்டு பூராமே இங்கே இருக்கிற தொழிலாளிகளாகத்தான் இருக்கோம். ചെടിയെല്ലാം മൊത്തം നശിപ്പിക്കുക, സ്ഥലമെല്ലാം മൊത്തം പോവുക. ഞങ്ങൾ എന്തും ജീവൻ കൊണ്ട് നടക്കാനും പറ്റിയല്ല. ജീവനെ കൊണ്ട് ഞങ്ങൾ കൊണ്ട് ഒന്നും കഴിയാനും പറ്റിയല്ല, ജീവിക്കാനും പറ്റിയല്ല. പേടിച്ച് എപ്പോഴും ഞങ്ങൾ പേടിച്ചുണ്ടായിരിക്കുന്നത്. കിടക്കാൻ നേരത്തും ഞങ്ങൾ പേടിച്ച് നടക്കുക. മതികെട്ടാൻ ചോലയിലെ കാട്ടാനകളുടെ വിഹാരമേഖല തിരികെ നൽകണം. ആനയിറങ്കൽ ജലാശയത്തോട് ചേർന്നുള്ള ഹെക്ടർ കണക്കിന് ഭൂമിയിലെ കാറ്റാടി മരങ്ങൾ വെട്ടിമാറ്റി പുൽമേടുകൾ പുനഃസ്ഥാപിക്കണം. അല്ലെങ്കിൽ ഇനിയും ആനക്കലിയുടെ കഥകൾ തുടരും. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18 ഇടുക്കി. ഇതുപോലെ ധോണിയെ വിറപ്പിച്ച PT7 നമ്മൾ മറക്കാൻ പറ്റില്ല. പിടികൂടിയത്. വലിയ ആഘോഷമായാണ് PT7 പിടിച്ചത്. വലിയ ദൗത്യമായിരുന്നു അത്. ഈ കാട്ടുകൊമ്പൻ മെരുങ്ങിത്തുടങ്ങിയതിന്റെ ആശ്വാസത്തിലാണ് വനംവകുപ്പ്. 2 മാസം മുമ്പാണ് PT7 ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിൽ മയക്കുവെടി വെച്ച് പിടികൂടിയത്. 2 മാസം മുൻപ് പാലക്കാട് ധോണിയിൽ കൂട്ടിലായ PT7 എന്ന കൊമ്പനാണിത്. ഇപ്പോൾ PT7 അല്ല, ധോണി എന്നാണ് ആനയുടെ പേര്. കാടിനേക്കാൾ നാട്ടിൽ വിലസി നടന്നതല്ലേ, അതുകൊണ്ട് തന്നെ കൂട്ടിലായതിന്റെ ക്ഷീണം ധോണിയിൽ കാണാനുണ്ട്. തമിഴ്നാട് കോഴിക്കമത്തി സ്വദേശികളായ മണികണ്ഠനും മാധവനുമാണ് ധോണിയുടെ പാപ്പാന്മാർ.
മെല്ലെ മെരിങ്ങി വരുന്നുണ്ട്. പാപ്പാന്മാർ പറഞ്ഞാൽ ഇരിക്കാനും നിൽക്കാനുമൊക്കെയുള്ള അനുസരണ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2-3 കമാൻഡ്സ് കേൾക്കാനുണ്ട് ആക്ച്വലി സോ അത് കംപ്ലീറ്റ്ലി നമുക്ക് ട്രാൻസ്ഫോം ആയിട്ടില്ല. സോ ഇനി സമയം എടുക്കും. എത്ര സമയം എടുക്കും అనేది എങ്ങനെയായിട്ട് റെസ്പോൺസ് വരുന്നുണ്ടോ അതിനനുസരിച്ച് മാത്രം പറയാൻ പറ്റും. വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് തീറ്റയുടെ മെനു തയ്യാറാക്കിയിട്ടുള്ളത്. തീറ്റപ്പുല്ലിന് പുറമെ അരിയും ഗോതമ്പും റാഗിയും ചെറുപയറും മുതിരയുമെല്ലാം നൽകുന്നുണ്ടെന്ന് DFO. അല്ല, ഇപ്പോൾ നമുക്ക് ഈ ഡോക്ടർ കൊടുത്തിൻ്റെ ഡയറക്ഷൻ പ്രകാരം നമുക്ക് ഒരു 150 kg ഗ്രാസ് കൊടുക്കുന്നുണ്ട്, ഗ്രീൻ ഗ്രാസ്, പ്ലസ് ഒരു 50 kg കട്ട് ഫോഡർ. അതല്ലാതെ സോളിഡ് ഫുഡ്സ് ആയിട്ടാണ് ഒരു 2 kg റൈസ്, 1 kg വീറ്റ്, 1 kg റാഗി, പ്ലസ് ഒരു 500 grams ഗ്രീൻ ഗ്രാമും ആൻഡ് 500 gram ഹോഴ്സ് ഗ്രാം കൊടുക്കുന്നുണ്ട്. ഇനിയും മാസങ്ങൾ വേണ്ടിവരും ധോണി മെരിങ്ങി കുങ്കിയാനയാകാൻ. എന്തായാലും ധോണിക്കാർ ആശ്വാസത്തിലാണ്. ന്യൂസ് 18 പാലക്കാട്. വെൽക്കം ബാക്ക്. ഒരുപാട് വാർത്തകൾ ഇനിയും ബാക്കിയുണ്ട്. പക്ഷെ അതിനു മുൻപ് നമുക്ക് പത്രവിശേഷങ്ങളിലേക്ക് ഒന്ന് പോകണം. കാരണം പത്രം നമ്മുടെ പ്രഭാത കേരളത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു സെഗ്മെന്റാണ്. നമ്മൾ നൽകുന്ന വാർത്തകൾക്കപ്പുറം സമഗ്രമായ വാർത്തകളുമായാണ് ദിവസവും പത്രങ്ങൾ. ജീവിതത്തിൽ പ്രഭാതങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് പത്രങ്ങൾ. തീർച്ചയായും. അപ്പോൾ നമുക്ക് പത്രവാർത്തയിലേക്ക് പോകണം. കിരൺ ബാബു സ്റ്റുഡിയോയിൽ തയ്യാറാണ്. കിരൺ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ? ഒപ്പം മിക്ക പത്രങ്ങളിലും അവരുടേതായ എക്സ്ക്ലൂസീവ് വാർത്തകളും അടക്കം കാണുമല്ലോ. എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ് ആര്യ. എന്തായാലും പത്രത്തിന് ഇന്നൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇന്ത്യയിൽ നമ്മൾ കണ്ട എല്ലാ പത്രങ്ങളും, മിക്കവാറും എല്ലാ പത്രങ്ങളും അങ്ങനെ തന്നെ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു വാർത്ത തന്നെയാണ് പ്രധാന വാർത്തയായി നിൽക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കോടതി വിധിയാണ് അദ്ദേഹത്തെ അയോഗ്യനാക്കിയതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് 2 വർഷം തടവ് ശിക്ഷ നൽകിയതുമാണ്. ആ വിധി തന്നെയാണ് എല്ലാ മലയാളം ഇംഗ്ലീഷ് പത്രങ്ങളുടെയും എല്ലാം ഒന്നാം തലക്കെട്ടായി തന്നെ നൽകിയിട്ടുള്ളത്. വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് എല്ലാ പത്രങ്ങളും അത് നൽകിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, കേസുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിധിയുടെ വിശദാംശങ്ങളെല്ലാം പല രീതിയിൽ പല പത്രങ്ങളും നൽകിയിട്ടുണ്ട്. എന്തായാലും പത്രം 18ലേക്ക് സ്വാഗതം. മനോരമയിൽ നിന്ന് തുടങ്ങിയാൽ മനോരമയിൽ രാഹുലിന് തടവ് അയോഗ്യത എന്നുള്ളതാണ് പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത്. ഇതേ വ്യത്യസ്ത തലക്കെട്ടുകളിൽ ഇതേ വാർത്ത തന്നെയാണ് എല്ലാ മലയാളം ഇംഗ്ലീഷ് പത്രങ്ങളും നൽകിയിരിക്കുന്നത്. ശിക്ഷ നടപ്പാക്കുന്നതിന് 30 ദിവസം സ്റ്റേ എന്നും ജാമ്യം അന്ന് തന്നെ അനുവദിച്ചു എന്നുള്ളത്. അപ്പീലായി കോൺഗ്രസ് സെഷൻസ് കോടതിയിലേക്ക്. MP സ്ഥാനത്ത് നിന്നുള്ള അയോഗ്യത പ്രാബല്യത്തിൽ, ശിക്ഷ കഴിഞ്ഞാലും 6 വർഷത്തേക്ക് മത്സരിക്കാൻ വിലക്കുണ്ട് എന്നെല്ലാം പറയുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രതികരണവും 1ാം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, അപലപിച്ച് കേജ്രിവാൾ, അഖിലേഷ്, തേജസ്വി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയെ അനുകൂലിച്ചുകൊണ്ട് ഈ വിധിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ള പ്രധാന വാർത്ത കൂടിയുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ രാഹുൽ ഗാന്ധിയെ തന്നെ നേരിട്ട് വിളിച്ച് അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു പ്രധാന വാർത്ത കൂടി 1ാം പേജിൽ തന്നെ പ്രാധാന്യത്തോടു കൂടി മനോരമ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അകത്തെ പേജിൽ ശിക്ഷിക്കപ്പെട്ടാൽ ഉടൻ അയോഗ്യത, എങ്ങനെയാണ് ഇത് ശിക്ഷിക്കപ്പെട്ടാൽ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ശിക്ഷ വന്നു കഴിഞ്ഞാൽ 2 വർഷമോ അതിൽ കൂടുതലുള്ള ശിക്ഷ വന്നാൽ അയോഗ്യരാവുന്നത്, എപ്പോഴാണ് അതിനെക്കുറിച്ച്? ഇപ്പം നേരത്തെ ഇങ്ങനെ അയോഗ്യരാക്കുന്നതിന് ഇളവ് നൽകിക്കൊണ്ട് മൻമോഹൻ സിംഗ് സർക്കാർ ഒരു ബില്ല് കൊണ്ടുവന്നിരുന്നു. ആ ബില്ലാണ് രാഹുൽ ഗാന്ധി മൻമോഹൻ സിംഗ് വിദേശം ഉണ്ടായിരുന്നപ്പോൾ വലിച്ചുകീറി എറിഞ്ഞ് പരസ്യമായി പ്രതിഷേധം അറിയിച്ചത്. അന്ന് അത് വലിയ രാഷ്ട്രീയ വിവാദമൊക്കെ ആയിരുന്നു. അങ്ങനെ ആർക്കും ഇളവ് കൊടുക്കേണ്ട, രാഷ്ട്രീയത്തിലെ ക്രിമിനലുകൾക്കെതിരായ ശക്തമായ സന്ദേശം എന്ന നിലയിലേക്കായിരുന്നു അന്ന് അതിനെ വിശേഷിപ്പിക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ മൻമോഹൻ സിംഗിനെ പോലെ ഒരു പ്രധാനമന്ത്രിയുടെ മന്ത്രിസഭ എടുത്ത തീരുമാനത്തെ പാർട്ടി നേതാവ് തന്നെ പരസ്യമായി അധിക്ഷേപിച്ചതിനെ ശക്തമായ വിമർശനവും കോൺഗ്രസിനുള്ളിൽ ഉയർന്നിരുന്നു. എന്തായാലും ആ നിയമം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അയോഗ്യത ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ അതടക്കമുള്ള വിശദാംശങ്ങളെല്ലാം മനോരമയും മറ്റു പത്രങ്ങളും വളരെ വിശദമായി തന്നെ ഈ വാർത്തയിൽ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റ് മാറി ഹർജിക്കാരൻ സ്റ്റേ അപേക്ഷ പിൻവലിച്ചു എന്നുള്ളതാണ്. ഈ കേസിൽ സ്റ്റേ വേണം എന്നുള്ള, കേസ് ഉടനെ ബാധിക്കേണ്ട എന്നുള്ള ഒരു നിലപാടിലാണ് ഹർജിക്കാരനായ പൂർണേഷ് മോദി എന്നത്. പക്ഷേ അവിടുത്തെ മജിസ്ട്രേറ്റ് മാറി പുതിയ മജിസ്ട്രേറ്റ് വന്നതോടുകൂടിയാണ് പെട്ടെന്ന് വീണ്ടും ആ സ്റ്റേ പിൻവലിക്കാൻ ഇദ്ദേഹം ആവശ്യപ്പെട്ടത്. അത്തരം ഒരു ഇടപെടൽ കൂടി, ഒരു സംശയം കൂടി പെടുത്തുന്ന ഒരു വാർത്ത കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ആ വാർത്ത കൂടി മനോരമ നൽകിയിട്ടുണ്ട്. നൽകിയത് പരമാവധി ശിക്ഷയാണ് എന്നുള്ളതും, ഒരേ പ്രസംഗത്തിന് തന്നെ പല സംസ്ഥാനങ്ങളിലായി BJP രാഹുൽ ഗാന്ധിക്കെതിരെ നൽകിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. മറ്റു പത്രങ്ങളും സമാനമായി തന്നെ വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മനോരമയുടെ സ്പോർട്സ് പേജാണ്. സ്പോർട്സ് പേജിലേക്ക് IPL ക്രിക്കറ്റിൻ്റെ 16ാം സീസണ് ഇനി ഒരാഴ്ച, ഉദ്ഘാടന മത്സരം 31 എന്നുള്ളതാണ്. പക്ഷേ ആ വാർത്തയെ ഒരു സജീവമാക്കുന്നത്, ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് നാട്ടുപോര് എന്ന് കരുതിക്കൊണ്ട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ചിത്രം, അവർ രണ്ടുപേരും ചേർന്ന് ആ ഒരു ഡാൻസ് കളിക്കുന്ന ചിത്രം കൂടി നൽകിക്കൊണ്ട് എപ്പോഴും ഏത് മനുഷ്യന് കണ്ടാലും അവരിലേക്ക് ആ വാർത്തയിലേക്ക് ആകർഷിക്കാനുള്ളൊരു ഘടകം ആ പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് അവർ ആ വാർത്തയെ അവതരിപ്പിച്ചിരിക്കുന്നത്.
മറ്റൊന്ന് മാതൃഭൂമിയും പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത് രാഹുലിന് 2 വർഷം തടവ് എന്നുള്ളത് തന്നെയാണ്. മാതൃഭൂമിയും വ്യത്യസ്തമായ അതിൻ്റെ പ്രധാന വിവരങ്ങളെല്ലാം കൃത്യമായി തന്നെ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. അകത്തെ പേജിലും വളരെ വിശദമായി തന്നെ വാർത്തകളുണ്ട്. അതോടൊപ്പം തന്നെ മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ വളരെ ഇൻഫോർമേറ്റീവായ ഒരു വാർത്ത കൂടി അവർ വളരെ വിശദമായി തന്നെ നൽകുന്നുണ്ട്. ഏതെല്ലാം നേതാക്കളാണ് നാക്ക് പിഴയുടെ പേരിൽ അല്ലെങ്കിൽ വാക്കിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ കോടതി കയറേണ്ടി വന്നത്, അതിൻ്റെ പ്രധാന സംഭവങ്ങളെല്ലാം അവതരിപ്പിക്കുന്നു. കേരളത്തിൽ പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയ ആർ ബാലകൃഷ്ണപിള്ള EMS-നുണ്ടായ പിഴ, അതോടൊപ്പം തന്നെ EMS-ന് ഉണ്ട് നയനാർ സർക്കാരിന് പിടിച്ച പൊല്ലാപ്പുകൾ, അങ്ങനെ കോടിയേരിക്ക് പിഴ വന്നത് 1, 2, 3 ശുംഭനും MM മണിയുടെയും ജയരാജൻ MV ജയരാജൻ അടക്കമുള്ള ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പല ഘട്ടങ്ങളിലായി ഇത്തരത്തിൽ ശിക്ഷ വന്നതിൻ്റെ വളരെ വിശദമായ ഒരു വാർത്ത എഡിറ്റ് പേജിൽ അവർ നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് സുപ്രീം കോടതി അഭിഭാഷകരുടെ അടക്കം MR അഭിലാഷിൻ്റെ അടക്കമുള്ള ഇതിനെക്കുറിച്ചുള്ള നിയമപരമായ വിലയിരുത്തലും ആ വാർത്തയിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മാതൃഭൂമിയിൽ ഫാരിസ് ഇന്ന് ചെന്നൈയിൽ ഹാജരാകണം എന്നുള്ളതാണ്. ഫാരിസ് അബൂബക്കറിനെതിരെ റെയ്ഡ്, ആദായനിധി വകുപ്പിൻ്റെ റെയ്ഡ് നടക്കുകയാണ്. ആ റെയ്ഡിൽ 72 ഇടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പരിശോധന നടന്നു. EDയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സൂചനകളനുസരിച്ചാണെങ്കിൽ അത് വ്യത്യസ്തമായ ഭൂമി ഇടപാടുകളുടെയൊക്കെ രേഖകളാണ്. എന്തായാലും അത് ഹാജരാകണമെന്ന് ഇമെയിലിലൂടെയാണ് ഫാരിസ് അബൂബക്കറിനോട് ആവശ്യപ്പെട്ടത്. ഫാരിസ് അബൂബക്കർ ലണ്ടനിലാണ്. അദ്ദേഹം ഹാജരാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ EDയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും സൂചനകൾ വ്യക്തമല്ല. ഈ വാർത്തയും ഒട്ടുമിക്ക പത്രങ്ങളും നൽകിയിട്ടുണ്ട്. മറ്റൊന്നൊരു പ്രധാനപ്പെട്ടത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ വാർത്തയാണ്. ഈ വാർത്തയും എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. 300 ചതുരശ്ര മീറ്റർ വരെ ഉടൻ പെർമിറ്റ് എന്നുള്ളതാണ്. നഗരസഭയിലെ കെട്ടിട നിർമ്മാണത്തിന് 300 ചതുരശ്ര മീറ്റർ എന്നാൽ സാധാരണഗതിയിൽ എത്ര വലിയ വീട് വെച്ചാൽ പോലും അതിന് ഉടൻ തന്നെ പെർമിറ്റ്, ആരാണ് വീട് വെക്കുന്നത് ഉടമസ്ഥൻ അപേക്ഷ നൽകിയാലും മതി, വിശദാംശങ്ങൾ ഉടമസ്ഥൻ നൽകിയാലും മതി, ഉടൻ തന്നെ കെട്ടിട നിർമ്മാണത്തിന് പെർമിറ്റ് ലഭിക്കുന്ന ഒരു നിയമ സംവിധാനത്തിലേക്ക് ഏപ്രിൽ 1 മുതൽ നിലവിൽ വരികയാണ്. പലപ്പോഴും കെട്ടിട നിർമ്മാണത്തിൻ്റെ പെർമിറ്റിന് വേണ്ടി എത്രയോ കാലം നഗരസഭകളിലൊക്കെ അലയേണ്ടി വരുന്ന അവസ്ഥ സാധാരണക്കാർ പലതവണയും അത് വാർത്തകളായി തന്നെ എത്രയോ തവണ വന്നിട്ടുള്ളതാണ്. അതിനൊരു പരിഹാരമാകുന്നു എന്നുള്ളത് കൂടി ഈ രംഗത്ത് വളരെ മെച്ചപ്പെട്ട ഒരു തീരുമാനം തന്നെയാണ്. ആ തീരുമാനവും പത്രങ്ങൾ പ്രധാന വാർത്തയായി നൽകുന്നുണ്ട്. മറ്റൊന്ന് തമിഴ്നാട്ടിൽ വൈദ്യുതി ബില്ല് ഷോക്കടിപ്പിക്കില്ല എന്നുള്ളതാണ്. പ്രശാന്ത് കാനത്തൂരിൻ്റെ ചെന്നൈയിൽ നിന്നുള്ള വാർത്തയാണ്. കേരളത്തിലെ പോലെ തന്നെ വൈദ്യുതി ബോർഡിന് പലതരത്തിലും നഷ്ടങ്ങൾ ഒക്കെ ഉള്ളതാണ് തമിഴ്നാട്ടിൽ. പക്ഷേ തമിഴ്നാട് എങ്ങനെയാണ് സാധാരണ മനുഷ്യർക്ക് അവരുടെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാതെ അവർക്ക് കൂടുതൽ ഇളവ് നൽകിക്കൊണ്ട് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവരിൽ നിന്ന് കൂടുതൽ പണം വാങ്ങിക്കൊണ്ട് എങ്ങനെയാണ് സാധാരണക്കാരെ ഷോക്കടിപ്പിക്കാതെ നടപ്പാക്കുന്നത് എന്നതാണ്. അതിനുവേണ്ടി അവർ പിടിച്ചെടുക്കുന്ന നഷ്ടം നികത്താനുള്ള വഴി അത് ഏതെല്ലാമാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു KSEBക്ക് കണ്ടുപിടി അറിയാൻ വയ്യാത്തതൊന്നുമല്ല, പക്ഷേ KSEBക്ക് മറ്റ് സംസ്ഥാനത്തിൻ്റെ മാതൃക കൂടി കാണിക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. എങ്ങനെ സാധാരണക്കാരെ സഹായിക്കാം എന്ന് കാണിക്കുന്ന ഒരു വാർത്തയാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് മനോഹരമായ ഒരു ചിത്രമാണ്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിൻ്റെ ഭാഗമായി കോമരങ്ങൾ ക്ഷേത്രത്തിലെത്തിയപ്പോൾ വെള്ളിയാഴ്ച അശ്വതി കാവുതിയുണ്ടിലാണ് മനീഷ് ചേമഞ്ചേരിയുടെ ചിത്രമാണ്. വളരെ മനോഹരമായ ഒരു ചിത്രം മാതൃഭൂമി അകത്തെ പേജിലാണ് പക്ഷേ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ഒരു വാർത്തയാണ്. ഗുലാം നബി ആസാദിൻ്റെ ആത്മകഥ പുറത്തു വരികയാണ്. ആസാദ് എന്നാണ് പേര്. അതിൽ രാഹുലിനെയും സോണിയാഗാന്ധിയും എല്ലാം ഉള്ള വിമർശനങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഈ അസം മുഖ്യമന്ത്രിയും വടക്കിഴക്കൻ മേഖലയിൽ BJPയുടെ ഇപ്പോഴത്തെ കരുത്തരായ നേതാവുമായ ഹിമന്ത ബിശ്വ ശർമ്മ എങ്ങനെയാണ് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയത്? വിശ്വശർമ്മ പുറത്തു പോകുമെന്നത് ആസാദ് അറിയിക്കുമ്പോൾ രാഹുൽ ഗാന്ധി അയാൾ പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചതെന്നും സോണിയാഗാന്ധിയോട് പറയുമ്പോൾ കപ്പൽ ഉലയാതെ സൂക്ഷിക്കാൻ അദ്ദേഹത്തോട് പറയൂ എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതും എങ്ങനെയാണ് ഇപ്പോൾ BJP ഒരു കാലത്ത് BJPക്ക് കടന്നു കയറാൻ കഴിയാതിരുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവായി വിശ്വശർമ്മ മാറിയത്, ആ നേതാവിനെ കോൺഗ്രസ് എങ്ങനെയാണ് അകറ്റിവിട്ടത് എന്നതിനെക്കുറിച്ച് അടക്കം ഈ ആത്മകഥയിൽ പറയുന്നുണ്ട് എന്നാണ് വാർത്ത പറയുന്നത്. അതോടൊപ്പം തന്നെ വിവാദമാവുന്ന പല വെളിപ്പെടുത്തലുകളും ഈ ആസാദിൻ്റെ ആത്മകഥയിലുണ്ട്. മറ്റൊന്ന് കേരള കൗമുദിയുടെ വാർത്തയാണ്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് സഹകരണ ബാങ്കുകൾ 550 കോടി വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് വേണ്ടി കേരള സർക്കാർ നൽകേണ്ട തുക സർക്കാർ സാമ്പത്തിക ബാധ്യത നൽകുമ്പോൾ കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ ഒരു കൺസോഷ്യം ഉണ്ടാക്കി. ആ കൺസോഷ്യം 550 കോടി രൂപ വായ്പ നൽകും എന്നുള്ള വാർത്തയാണ് പ്രധാന വാർത്തയായി സായി കൃഷ്ണയാണ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് കേരള കൗമുദിയുടെ സ്പോർട്സ് പേജാണ്. അവിടെ ഇന്ത്യൻ വീരാംഗനമാർ എന്നാണ് ഫൈനലിലേക്ക് ഇടിച്ചു കയറി. ഇന്ത്യയിലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ലവ്ലീന, നിഖാദ്, നീതു, സ്വീറ്റി എന്നൊരു ഫൈനൽ കയറി 4 ഇന്ത്യൻ വനിതകൾ ഫൈനലിലേക്ക് പ്രവേശിച്ചതിനെ വളരെ ആഘോഷപൂർവ്വമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതും ഇതുപോലെ സ്പോർട്സ് പേജിലാണ് പലപ്പോഴും വലിയ സർഗാത്മകമായ ഇത്തരം ഇടപെടലുകൾ പത്രത്തിൽ കാണുന്നത്. അത് ഈ സ്പോർട്സ് പേജിലും കണ്ടിട്ടുണ്ട്. ആളുകളെ ആ വാർത്തയിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന്
പ്രതിപക്ഷത്തിനെതിരായ ജാമ്യമില്ലാ കേസുകളിലൊന്ന് ഒഴിവാക്കി വനിതാ വാച്ചാൻ വാർഡിന് പൊട്ടലില്ല എന്നുള്ളതാണ്. ഈ വാർത്തയും ഒട്ടുമിക്ക പത്രങ്ങളും പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. കാരണം ഈ വനിതാ വാച്ചാൻ വാർഡിന് പ്രതിപക്ഷ MLA-മാരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റുവെന്ന് പറഞ്ഞ എല്ല് പൊട്ടിയെന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് പ്രതിപക്ഷ MLA-മാർക്കെതിരെ കേസുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കിയെന്ന് വരും. ആ മെഡിക്കൽ റിപ്പോർട്ടടക്കം ഇന്നലെ ചാനലുകളൊക്കെ വലിയ ചർച്ചയായ വിഷയം തന്നെയാണ്. അതും പത്രങ്ങളെല്ലാം തന്നെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, അരിക്കൊമ്പനെ പിടികൂടുന്നത് 29 വരെ തടഞ്ഞ് ഹൈക്കോടതി എന്നുള്ളതാണ്. ഇതും മിക്ക പത്രങ്ങളും തന്നെ നൽകിയിട്ടുണ്ട്. ഈ അരിക്കൊമ്പനെ ഞായറാഴ്ചയാണ്, ആദ്യം ശനിയാഴ്ചയാണ് ഓപ്പറേഷൻ അരിക്കൊമ്പനെ വെച്ചിരുന്നത്. അത് ഞായറാഴ്ചയിലേക്ക് മാറ്റിയിരുന്നു. എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വന്നപ്പോഴാണ് ഹൈക്കോടതിയിൽ ഒരു സംഘടന ഒരു ഹർജി നൽകിയത്. ആ ഹർജിയിൽ എന്തായാലും തീർപ്പാകുന്നത് വരെ തൽക്കാലം അരിക്കൊമ്പനെ പിടിക്കേണ്ട എന്നാണ്. എന്തായാലും ആ നാട്ടിലെ ജനങ്ങൾ ഇപ്പോഴും ആശങ്കയിലാണ്. അരിക്കൊമ്പൻ ഇന്നാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ അരിക്കൊമ്പൻ ഏതെങ്കിലും വീട് ആക്രമിച്ചു എന്നുള്ള വാർത്ത രാവിലെ വരാതിരുന്നത്. അല്ലെങ്കിൽ രാവിലെ മിക്കപ്പോഴും ചാനലുകൾക്ക് ആദ്യം നൽകേണ്ട വാർത്തകളിലൊന്നും അരിക്കൊമ്പൻ്റെ ആക്രമണ വാർത്തയായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. മറ്റൊന്ന്, ഹിന്ദു അടക്കമുള്ള എല്ലാ ഇംഗ്ലീഷ് പത്രങ്ങളും എല്ലാ എഡിഷനുകളിലും പ്രാധാന്യത്തോടു കൂടി തന്നെ ഒന്നാം വാർത്തയായി തന്നെ രാഹുൽ ഗാന്ധിയുടെ കേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. രാഹുലിന് 2 വർഷത്തെ ജയിൽ ശിക്ഷ എന്നുള്ളതാണ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, ഹിന്ദുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, തമിഴ്നാട് നിയമസഭയിലേക്ക് കൊണ്ടുവന്ന വീണ്ടും തമിഴ്നാട് ഗവർണർ ഒപ്പിടാൻ തയ്യാറാകുന്ന ബില്ല് വീണ്ടും ഓൺലൈൻ ലോട്ടറികളെ നിയന്ത്രിക്കുന്ന ബില്ല് വീണ്ടും അയച്ചിരിക്കുന്നവർ പാസ്സാക്കി അയക്കാനുള്ള തീരുമാനമാണ്. തമിഴ്നാട്ടിലും കേരളത്തിലെ പോലെ തന്നെ സർക്കാരും ഗവർണറും രവിയും തമ്മിലുള്ള പോര് നിൽക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ വീണ്ടും അയക്കുക എന്നുള്ള നിയമ സംവിധാനം തമിഴ്നാട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഹിന്ദു ഒരു വാർത്തയായി തന്നെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദുവിലെ ജി ആനന്ദിൻ്റെ വാർത്ത, റബ്ബർ പൊളിറ്റിക്സ് മേ ബി റിഹാബ് സ്റ്റേറ്റ് ഇലക്ട്രൽ ലാൻഡ്സ്കേപ്പ് ഇൻ പ്രീ ലോക്സഭ സെക്ഷൻ എന്നുള്ളതാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതോടുകൂടി റബ്ബറിൻ്റെ പൊളിറ്റിക്സ്, ബിഷപ്പ് പാംപ്ലാനി ഉയർത്തിവിട്ട ഒരു വിവാദം, റബ്ബറിന് വില നൽകിയാൽ BJP അടക്കം വോട്ട് നൽകാൻ തയ്യാറാണെന്നത് ഒരു രാഷ്ട്രീയ സമ്മർദ്ദ ശക്തിയായി മാറാനുള്ള ചില സഭകളുടെ സിറോ മലബാർ സഭയുടെ അടക്കം തീരുമാനം, ഇതിനോട് ഇടതു പാർട്ടികളുടെ പ്രതികരണം, അതോടൊപ്പം തന്നെ UDFൻ്റെ പ്രതികരണം, അത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ സഭ ഒരു രാഷ്ട്രീയ ശക്തിയായി സമ്മർദ്ദ ശക്തിയായി നിൽക്കേണ്ടത്, അത് എങ്ങനെയെല്ലാമാണ് കേരളത്തിലെ മുന്നണികളെ സ്വീകരിക്കുന്നത്, ആ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു വാർത്തയാണ് ജി ആനന്ദ് നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ വിശകലന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. മറ്റ് ചില പത്രങ്ങളിലെ വാർത്തകൾ കൂടി നൽകേണ്ടതുണ്ടായിരുന്നു. പക്ഷേ സമയം പരിമിതമാണ് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് മറ്റ് ചില പ്രധാന പത്രങ്ങൾ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ അങ്ങനെയാണ് എല്ലാ ദിവസവും എല്ലാ പത്രങ്ങളും എടുക്കാൻ ഈ സമയപരിമിതി മൂലം കഴിയില്ല. എന്തായാലും പത്രങ്ങളുടെ ഏകദേശം ഒരു ചിത്രം കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. പത്രം 18 പൂർണ്ണമാവുകയാണ്. വെൽക്കം ബാക്ക്. പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ സെക്രട്ടേറിയറ്റിൽ പഞ്ച് ചെയ്തിട്ട് മുങ്ങുന്ന ജീവനക്കാരെ കൂട്ടാനുള്ള ആക്സസ് കൺട്രോൾ സംവിധാനം സർക്കാർ വലിയ നടത്താനായിട്ട് ഒരുങ്ങുകയാണ്. ചീഫ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവൊക്കെ പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഈ പ്രതിഷേധത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും യൂണിയനുകളെല്ലാം ഒറ്റക്കെട്ടാണ്. രണ്ടുപേരും സംയുക്തമായാണ് ഇതിനെ പ്രതിഷേധിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ 2 മാസത്തേക്ക് ഈ സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനം. ഹാജർ രേഖപ്പെടുത്തി മുങ്ങുന്നവരെ ലക്ഷ്യമിട്ടായിരുന്നു സർക്കാർ ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിംഗ് ഏർപ്പെടുത്തിയത്. എന്നാൽ പഞ്ചിംഗ് വന്നിട്ടും സെക്രട്ടേറിയറ്റിൽ കാര്യമായി ഗുണമുണ്ടായില്ല. പഞ്ച് ചെയ്ത ശേഷം പുറത്തു പോകുന്നത് തടയാനും ജീവനക്കാരുടെ തോന്നും പോലെയുള്ള സഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താനുമാണ് ആക്സസ് കൺട്രോൾ സംവിധാനം ഏർപ്പെടുത്തുന്നത്. എന്നാൽ ഇതിനെതിരെ ജീവനക്കാരുടെ സംഘടനകൾ രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പോലും പരിഗണിക്കാതെയാണ് പുതിയ തീരുമാനമെന്നും സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന രീതിയിലാണെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും സർക്കാർ അനുകൂല സംഘടന. തികച്ചും അശാസ്ത്രീയമായ നിലയിലാണ് ഇപ്പോൾ ഈ കൺട്രോൾ സംവിധാനം വെച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഫയലിൽ ഉത്തരവിട്ടിരിക്കുന്നത് പ്രധാന പ്രവേശനവാതിലുകളിലല്ലാതെ അത്യാവശ്യമില്ലാത്ത സ്ഥലങ്ങളിലും ഇത്തരം മെഷീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, അത് ഒഴിവാക്കണമെന്നാണ്. അത് ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ചൊരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ജീവനക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന അല്ലെങ്കിൽ ജീവനക്കാരെ ഏതെങ്കിലും ഹാളുകളിലോ കിബിക്കുകളിലോ കെട്ടിയിടുന്ന തരത്തിലേക്ക് നിലപാടുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായിട്ട് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന് മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും. ജീവനക്കാരെ അപമാനിക്കുകയാണ് ലക്ഷ്യമെന്നും ശക്തമായ എതിർപ്പുണ്ടാകുമെന്നും കോൺഗ്രസ് അനുകൂല സംഘടന. ആകെ സർക്കാർ ഇതിൽ ഉദ്ദേശിക്കുന്നത് സെക്രട്ടേറിയറ്റ് ജീവനക്കാരെയും പൊതുജനങ്ങളെയും തമ്മിൽ തെറ്റിക്കുക, സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ അപമാനിച്ച് പൊതുജനങ്ങളുടെ കയ്യടി നേടാം എന്നുള്ള ഒരു ഏക ലക്ഷ്യം മാത്രമാണ് ഇതിനകത്തുള്ളത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്ന് മാത്രമല്ല, സെക്രട്ടേറിയറ്റിന് പുറത്ത് ഒരൊറ്റ ഓഫീസുകളിൽ പോലും ഇത് നാളിതുവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധ മാർച്ചും നടത്തി.
സെക്രട്ടേറിയറ്റിലെ എല്ലാ ബ്ലോക്കിലും സംവിധാനം സ്ഥാപിച്ചു കഴിഞ്ഞു. രാവിലെ 10:15 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പ്രവൃത്തി സമയം. ആക്സസ് കൺട്രോൾ സംവിധാനത്തെ ശമ്പള സോഫ്റ്റ്വെയറായ സ്പാർക്കുമായി ബന്ധിപ്പിക്കുന്നതിനാൽ മുങ്ങുന്നവരുടെ ശമ്പളം പിടിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റൊരു വാർത്ത വരുന്നത് കർഷകരുടെ പ്രതിഷേധത്തെ കുറിച്ചാണ്. അധികൃതരുടെ നിരുത്തരവാദ നടപടിയിൽ പ്രതിഷേധിച്ച് നെൽകൃഷി കത്തിച്ച് പ്രതിഷേധിക്കുകയാണ് കർഷകർ. കോഴിക്കോട് ചെരണ്ടത്തൂർ ചിറയിലെ കർഷകരാണ് ഉണങ്ങി തുടങ്ങിയ നെൽച്ചെടികൾക്ക് തീ വെച്ച് പ്രതിഷേധിച്ചത്. കനാലിൽ വെള്ളം നിലച്ചതോടെ 300 ഏക്കർ സ്ഥലത്തെ നെൽകൃഷി ഏതാണ്ട് പൂർണ്ണമായും നശിക്കുന്ന അവസ്ഥയാണ് ഈ മേഖല. കോഴിക്കോടിന്റെ നെല്ലറയാണ് ചെരണ്ടത്തൂർ ചിറ. ഇവിടെ ഇത്തവണ 400 ഏക്കറോളം സ്ഥലത്താണ് നെൽകൃഷി ചെയ്തത്. ഇതിൽ 300 ഏക്കറോളം സ്ഥലം വെള്ളമില്ലാതെ ഉണങ്ങുന്ന അവസ്ഥയിലാണ്. കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ കനാൽ വെള്ളം 5 ദിവസം മാത്രമാണ് ലഭിച്ചത്. മുഴുവൻ വയലിലും വെള്ളം ലഭ്യമാക്കാൻ ഇതിന് കഴിഞ്ഞില്ല. ജലനിധി പദ്ധതിക്ക് ചെരണ്ടത്തൂർ ചിറയിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. സാധാരണ ജനുവരിക്ക് മുമ്പ് ഇത് അവസാനിപ്പിക്കാറുണ്ട്. ഇത്തവണ മാർച്ച് 1 വരെ വെള്ളമെടുത്തതാണ് ജലക്ഷാമത്തിനിടയാക്കിയതെന്നാണ് കർഷകർ പറയുന്നത്. ഇതിനകം വയൽ വിണ്ടുകീറി നെൽച്ചെടികൾ ഉണങ്ങിക്കഴിഞ്ഞു. അധികൃതരുടെ കർഷക വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഉണങ്ങാറായ നെൽകൃഷി കത്തിച്ച് പ്രതിഷേധിച്ചത്. ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ 400 ചില്ലാനം ഏക്കർ കൃഷിയുള്ളതിൽ 300 ഏക്കറയും ഇതേ അവസ്ഥയാണുള്ളത്. പാവപ്പെട്ട കർഷകന്മാരെ കൃഷിക്കാരെ ശ്രദ്ധിക്കുവാൻ വേണ്ടി ഗവൺമെന്റ് ഈ ത്രിതല പഞ്ചായത്തുകളും കൃഷി വകുപ്പുകളൊന്നും ശ്രദ്ധിക്കാത്തതിൻ്റെ ഒരൊറ്റ അടിസ്ഥാനത്തിലാണ് കൃഷി ഇങ്ങനെ നശിക്കുവാൻ കാരണം. ഏകദേശം എൻ്റെ ചെറുപ്പകാലം മുതലേ കൃഷി ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇങ്ങനത്തെ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. കർഷകർ ബാങ്ക് വായ്പ എടുത്തും മറ്റുമാണ് കൃഷി ചെയ്യുന്നത്. പാടശേഖര സമിതിയിലെ നിരവധി കർഷകർക്ക് കൃഷി നശിച്ചാൽ വൻ നഷ്ടമാണ് ഉണ്ടാവുക. കർഷകർക്ക് പ്രയോജനമില്ലാത്ത നിലപാടുകളാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതെന്നാണ് ഇവർ ആരോപിക്കുന്നത്. ന്യൂസ് 18 വടകര. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. കാരണം ഈ ലഹരി മാഫിയയുടെ ഒരു കടന്നുകയറ്റം സംസ്ഥാന വ്യാപകമായി വലിയ ചർച്ചയായതാണ്. അതെ, ഇതിപ്പോ സ്കൂളുകളിലാണ് പിടിമുറുക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലഹരി കടത്ത് ഇവർ കൂടുതലായും നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം ഈ എക്സൈസിന്റെ ഒക്കെ പരിശോധന ശക്തമാക്കിയതോടെ ഒട്ടുമിക്ക സ്കൂളുകളിലും പ്രത്യേകിച്ചും ആര്യ പെൺകുട്ടികളാണ് ഈ ലഹരി മാഫിയ സംഘങ്ങളുടെ കാരിയർമാർ എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇൻവെസ്റ്റിഗേഷൻ. പോലീസും എക്സൈസ് സ്ക്വാഡുകളും പരിശോധനകൾ ശക്തമാക്കിയതോടെയാണ് ലഹരിക്കടത്ത് സംഘങ്ങൾ പെൺകുട്ടികളെ ക്യാരിയറാക്കാൻ തുടങ്ങിയത്. പ്രണയം നടിച്ച് പെൺകുട്ടികളെ ആദ്യം വലയിലാക്കും. പിന്നീട് അവർ പോലും അറിയാതെ അവർ ലഹരിക്കടത്ത് സംഘങ്ങളുടെ പ്രധാന കണ്ണിയായി മാറും. തലസ്ഥാനത്തെ ചില സ്കൂളുകളിൽ ലഹരി മാഫിയ സംഘങ്ങൾ പിടിമുറുക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചത്. 12ഉം 13ഉം വയസ്സുള്ള പെൺകുട്ടികളെ ക്യാരിയറാക്കുക മാത്രമല്ല, ലഹരിക്ക് അടിമപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ചില കുട്ടികൾ ഞങ്ങളോട് പങ്കുവച്ചത്.
സമയത്ത് ഇരുചക്ര വാഹനങ്ങളിലും ബസ് സ്റ്റോപ്പുകളിലും പെൺകുട്ടികൾക്കായി അവർ കാത്തു നിൽക്കും. പെൺകുട്ടികൾ സ്കൂൾ യൂണിഫോമിൽ തന്നെ കൂടെ പോകുമെങ്കിലും പിന്നീട് കൈവശമുള്ള മറ്റൊരു വേഷത്തിലേക്ക് മാറും. പ്രണയം നടിച്ചാണ് യുവാക്കൾ പെൺകുട്ടികളെ സമീപിക്കുക. പിന്നീട് ലഹരി നൽകി ഇവരെ വലയിലാക്കും. അതിനുശേഷം ലഹരി കടത്താനും ഇവരെ ഉപയോഗിക്കും. ഈ കാര്യങ്ങൾ ക്യാരിയറായിരുന്ന പെൺകുട്ടിയുടെ സുഹൃത്ത് തന്നെ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. എങ്ങനെയാണ് ഈ സാധനം കൈ കിട്ടുന്നത്? അതെനിക്കറിയത്തില്ല. അതൊക്കെ ഒരുപക്ഷെ ചേട്ടന്മാർ വഴിയായിരിക്കാം, അല്ലെങ്കിൽ അത് അവരുടെ കമ്പനി വഴിയായിരിക്കാം. അതൊന്നും എനിക്കറിയത്തില്ല. കുറെ കമ്പനികളുണ്ട്, മുക്കിലും മൂലയിലും ആയിട്ട് കുറെ ചേട്ടന്മാരുണ്ട്. അങ്ങനെ കുറെ പേര് സ്കൂൾ വിട്ടുവരുന്ന പരിസരങ്ങളിൽ ഇവര് ബൈക്കിൽ വന്ന് നിർത്തുകയും ഇവരെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നത് അതാണോ പരിപാടി? ഇന്ന് തന്നെ ഒരു കൂട്ടുകാരി അങ്ങനെ കയറി പോയതേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ്. ബൈക്കിൽ വരും, പോവും. ചെറിയ ചേട്ടന്മാരൊക്കെ കാറിൽ വരും, ഇവിടെമാര് കയറി പോവും. അങ്ങനെയാണ്. ഇപ്പം ഈ ടീച്ചേഴ്സ് ആരും ബാഗൊന്നും പരിശോധിക്കാറില്ല. അപ്പം ഇത്തരത്തിൽ ഇവർ ബാഗിൽ ബാഗിലല്ല വെക്കാൻ ഏറ്റവും കൂടുതൽ. ഒരു പെൺകുട്ടിക്ക് പ്രൈവസി ആയിട്ട് കുറച്ച് പാച്ചുണ്ട്, അവിടെയൊക്കെയാണ് സൂക്ഷിക്കാറ്. കാരണം അവിടെ ആരും ചെക്ക് ചെയ്യാറില്ല, അതുകൊണ്ട് അവിടെയൊക്കെയാണ് സൂക്ഷിക്കാറ് ഏറ്റവും കൂടുതൽ. ഇത്തരത്തിൽ ഇതിനു മുമ്പ് ചില കുട്ടികൾ ഇതിന് അടിമപ്പെട്ട് ഇപ്പോൾ ചില സെന്റേഴ്സുകളാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്താണ് ഇപ്പോൾ? അവരുടെയൊക്കെ അവസ്ഥ അതിൽ നിന്ന് മാറാൻ ഭയങ്കര. എൻ്റെ ഒരു കൂട്ടുകാരി തന്നെ ഉണ്ട്, അവള് ഇപ്പോൾ ഭയങ്കരമായിട്ട് മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അവൾക്കതില്ലാതെ പറ്റാത്തൊരവസ്ഥ. എക്സാം ഹാളിൽ വന്നിട്ട് കിടന്ന് ഉറങ്ങുക, എക്സാം എഴുതാനുള്ളൊരു ബോധമില്ല. അങ്ങനെ അവൾക്കായിട്ട് സ്വയമായിട്ട് എഴുച്ച് ഇരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. കുട്ടി ഇത്തരത്തിൽ ക്യാരിയർ ആയിരുന്നു. അവളിങ്ങനെ വലിക്കുമായിരുന്നു. അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇവിടെ കുറച്ച് ആൾക്കാർ പറഞ്ഞു കേട്ട അറിവേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവളോട് തന്നെ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഇതേപോലെയാണ് സംഭവം. അത് അവളിവിടെ താമസിച്ചിരുന്നത് ഒരു സ്ഥലത്താണ്, അവിടുത്തെ ചേട്ടന്മാരാണ് കൊടുത്തോണ്ടിരുന്നതെന്നാണ് ഞങ്ങളിത് പറഞ്ഞത്. ഇത്തരത്തിൽ ഇനിയും കുട്ടികൾ ഇതിൻ്റെ അകത്ത് ക്യാരിയർ ആക്കുന്നുണ്ടല്ലേ? ഇപ്പോഴും ഉണ്ട്. സ്കൂൾ പരിസരത്ത് പിങ്ക് പോലീസിന്റെ സാന്നിധ്യമുണ്ടെങ്കിലും പോലീസിനെ കാണുമ്പോൾ യുവാക്കൾ പേടിച്ചോടുകയാണ് പതിവ്. മാത്രമല്ല 2 പേരെ മാത്രമാണ് ഡ്യൂട്ടിക്ക് നിശ്ചയിച്ചിട്ടുള്ളതും. ഇവരുടെ കണ്ണു വെട്ടിച്ചാണ് പെൺകുട്ടികളെ വലയിലാക്കുന്നത്. സ്കൂളുകളിൽ പിടിക്കപ്പെടുന്ന ലഹരി കേസുകളിൽ പലതും മറച്ചുവെക്കുകയോ ഒതുക്കി തീർക്കുകയാണ് പതിവ്. കുട്ടികളുടെ ഭാവി, രക്ഷിതാക്കളുടെ മാനഹാനി, സ്കൂളിൻ്റെ സൽപ്പേര്, ഇതൊക്കെയാണ് കാരണങ്ങൾ. അപ്പോഴും ഒരു കാര്യം ഓർക്കുക, ലഹരി മാഫിയ സംഘങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ പിടയുന്നത് നമ്മുടെ കുട്ടികളാണ്, നാടിൻ്റെ ഭാവിയാണ്. ക്യാമറമാൻ സന്തോഷ് കുമാറിനും സി വിനോദിനൊപ്പം നന്ദകുമാർ, ന്യൂസ് 18 തിരുവനന്തപുരം. ഏതായാലും വലിയ ഒരു വാർത്തയാണ് നന്ദകുമാർ പുറത്തുവിടുന്നത്. കാരണം ഞെട്ടിപ്പിക്കുന്ന അത്യന്തം ഭീതിജനകമായ വാർത്തയാണ്. ഈ ലഹരി മാഫിയ സംഘങ്ങൾ ഏത് മാർഗവും സ്വീകരിക്കുന്നതാണ് തങ്ങളുടെ ബിസിനസ് നടത്താൻ. നന്ദകുമാർ നമ്മോടൊപ്പം ചേരുന്നു. നന്ദന്റെ ഇൻവെസ്റ്റിഗേഷനിൽ തെളിഞ്ഞ ചിത്രം അത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ ലഹരി മാഫിയ സംഘങ്ങളെ പിടികൂടാൻ പല സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്, പോലീസിന്റെ ആയാലും എക്സൈസിന്റെ ആയാലും. അവരുടെ പരിശോധനകൾ കൂടിയതോടുകൂടിയാണോ അത്ര പെട്ടെന്ന് എത്തത്തക്ക വിധത്തിൽ, അത്ര പെട്ടെന്ന് പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ പെൺകുട്ടികളെ ഇവർ വലയിലാക്കുകയും സംശയരഹിതമായി ഇത്തരം ബിസിനസ്സുകൾ നടപ്പിലാക്കുകയും ചെയ്യുന്നത്? തീർച്ചയായും രഞ്ജിത്ത്, ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തലസ്ഥാനത്തെ പല സ്കൂളുകളും കേന്ദ്രീകരിച്ച് അവിടെ ചെന്ന് കാണാറുണ്ടായിരുന്നു. മൊബൈൽ ഫോണുകളിൽ വിഷ്വൽസ് പകർത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ഇറങ്ങി തിരിച്ചപ്പോൾ പോലും ഇതിന്റെ പുറകിൽ ഇത്രമാത്രം ഗൗരവകരമാണ് കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലായത് ഏറ്റവും അവസാന നിമിഷമാണ്. ഏറ്റവും അവസാന നിമിഷം നമുക്ക് ഒരു പെൺകുട്ടി കാര്യങ്ങൾ വെളിപ്പെടുത്തിയതുകൂടിയാണ് ഇത്തരത്തിൽ ഇതിന് പിന്നിൽ 8ഉം 9ഉം 10ഉം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളെ വരെ ക്യാരിയറാക്കി ഉപയോഗിക്കുന്നു എന്നത് ഒരു കാര്യം നമുക്ക് മനസ്സിലായത്. ഇത് വളരെ ഗൗരവകരമായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം പോലീസും എക്സൈസ് സ്ക്വാഡുകളും പല സ്കൂൾ പരിസരങ്ങളിലും ഒക്കെ തന്നെ പരിശോധനകൾ നടത്താറുണ്ട്. പക്ഷേ ഇത് സ്ഥിരമായി നടത്തുന്ന പരിശോധനകളല്ല, വല്ലപ്പോഴുമാണ് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുന്നത്. ഈ പരിശോധനകൾ നടത്തുമ്പോൾ യുവാക്കളായ പയ്യന്മാരെ പല പ്രാവശ്യം പിടിക്കാറുണ്ട്, അവരെ ചോദ്യം ചെയ്യാറുണ്ട്. അവരെ കയ്യിൽ നിന്നൊക്കെ തന്നെ ലഹരി ഗുളികകളും അതോടൊപ്പം തന്നെ കഞ്ചാവ് അടക്കമുള്ള കാര്യങ്ങൾ പിടിച്ചെടുക്കാറുമുണ്ട്.
ഇങ്ങനെ ഇത്തരത്തിൽ പരിശോധനകൾ വ്യാപകമായപ്പോഴാണ് ഇത്തരത്തിൽ പെൺകുട്ടികളെ ഈ ഒരു കാര്യത്തിൽ ഉപയോഗിക്കാൻ ഇത്തരത്തിൽ ലഹരിക്കടത്ത് സംഘങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു വിഷയം ഇതുവരെയും വലിയ തോതിൽ പുറം ലോകം അറിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം സ്കൂൾ കുട്ടികളിൽ പോലും ഇത്തരത്തിൽ വ്യാപകമായി ലഹരി ഉപയോഗിക്കുന്നു എന്നൊരു കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പക്ഷേ ഇവരെ ക്യാരിയറായി ഉപയോഗിക്കുന്നില്ല എന്ന കാര്യം നമുക്ക് ഏകദേശം ഉറപ്പായിരുന്നു. കാരണം ഇത്തരത്തിൽ കുഞ്ഞു കുട്ടികളെ ഒന്നും തന്നെ ഇതിൽ ഉപയോഗിക്കില്ല എന്ന് ഏകദേശം ഉറപ്പായിരുന്നു. പക്ഷേ നമ്മൾ ഇതിൽ ഇറങ്ങി തിരിച്ചപ്പോൾ സ്കൂളിനുള്ളിൽ ചില കുട്ടികൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നു, സിഗരറ്റും കഞ്ചാവും അടക്കം ഉപയോഗിക്കുന്നു എന്ന പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ഞങ്ങൾ അന്വേഷണം നടത്താനായിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തത്. ഈ അന്വേഷണത്തിൽ കഴിഞ്ഞ ഒരാഴ്ച നീണ്ടുനിന്ന ഈ ഒരു അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇതിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യം ഈ ഒരു പരിശോധനകൾ നടത്തിയത് തിരുവനന്തപുരത്തെ പ്രമുഖ സ്കൂളുകളായ ഈ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലും അതോടൊപ്പം തന്നെ മറ്റ് തീരദേശ മേഖലയിലുള്ള സ്കൂളുകളുമായി ബന്ധപ്പെട്ടായിരുന്നു. പക്ഷേ ഇവിടുന്നൊക്കെ തന്നെ ചില തരത്തിൽ പല കുട്ടികളും നമ്മളോട് പല കാര്യങ്ങളും ഇത്തരത്തിൽ ചില കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ഗുളികകൾ ഉപയോഗിക്കുന്നുണ്ട്, മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവരൊന്നും തന്നെ ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ഇവർക്ക് മടിയായിരുന്നു. അതുമാത്രമല്ല ഈ സ്കൂൾ പരിസരത്ത് ഇത്തരത്തിൽ മറ്റ് കച്ചവടങ്ങൾ ചെയ്യുന്ന അവിടെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ള കച്ചവടക്കാരൊക്കെ തന്നെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇവരൊന്നും തന്നെ ഒരു പൊതുമധ്യേ ഈ കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നില്ല. കാരണം അവർക്ക് പേടിയാണ് എന്നൊരു കാര്യം അവർ പങ്കുവച്ചു. അതിനുശേഷം നിരന്തരം ഈ ഒരു വാർത്തയുടെ പിന്നിൽ നമ്മൾ പോയപ്പോഴാണ് ഇത്തരത്തിൽ പെൺകുട്ടികളെ അടക്കം കുഞ്ഞു കുട്ടികളെ അടക്കം ഇതിന് ഉപയോഗിക്കുന്നു എന്നതാണ്. കാരണം പോലീസും എക്സൈസ് സംഘങ്ങളും അല്ലെങ്കിൽ പിങ്ക് പോലീസ് അടക്കമൊന്നും ഇവരെ പരിശോധിക്കില്ല എന്ന് ഇവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഈ യുവാക്കൾ ഇത്തരത്തിൽ ലഹരി സംഘങ്ങൾ, ചെറിയ ചെറിയ സംഘങ്ങൾ തന്നെയാണ്, വലിയ മാഫിയകളൊന്നും നമുക്ക് പറയാൻ കഴിയില്ല, ചെറിയ സംഘങ്ങൾ തന്നെയാണ്. ഈ സംഘങ്ങളൊക്കെ തന്നെ കയ്യിൽ ലഹരി ഉപയോഗിക്കുകയും കയ്യിൽ ലഹരി കരുതുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ സ്കൂൾ വിടുന്ന സമയത്ത് ബസ് സ്റ്റോപ്പുകളിലും അതോടൊപ്പം തന്നെ ഈ സ്കൂൾ പരിസരത്തും ഇവർ തമ്പടിക്കും. സ്കൂളിന്റെ ഉള്ളിൽ അവർ പ്രവേശിക്കില്ല. സ്കൂളിന്റെ പരിസരത്തുള്ള ഇടവഴികളിലും അതോടൊപ്പം തന്നെ ഈ സ്കൂളിന്റെ മറ്റു പരിസരങ്ങളിലുമാണ് ഇവർ തമ്പടിച്ച് നിൽക്കുക. അതുവഴി ചില പെൺകുട്ടികളെ അവർ ടാർഗറ്റ് ചെയ്യും. ഈ ടാർഗറ്റ് ചെയ്ത് അവരോട് സംസാരിക്കാൻ തുടങ്ങും. വളരെ സൗഹൃദപരമായിട്ടായിരിക്കും ഇവരോട് ആദ്യം സംസാരിച്ചു തുടങ്ങുക. അതിനുശേഷം പതുക്കെ പ്രണയം നടിക്കും, ഫോൺ നമ്പറുകൾ കൈമാറും. അതിലൂടെ ഇവർ നല്ലൊരു സൗഹൃദം സ്ഥാപിച്ച് വിശ്വാസം നേടിയെടുക്കുകയും ചെയ്യും. അതിനുശേഷമാണ് ഈ പെൺകുട്ടികൾക്ക് ലഹരി ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാനുള്ള പ്രേരണ അവർ നൽകും. അതിലൂടെ ലഹരി അവർ വീണ്ടും നൽകുകയും ചെയ്യും. ആ നൽകി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർ ചെയ്യുന്നത് വീണ്ടും ലഹരി നൽകി ഈ ലഹരിക്ക് അടിമപ്പെടുത്തുകയും ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിൽ ലഹരി കടത്താനും ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഈ പുറത്തുനിന്നുള്ള യുവാക്കളാണ് ഇത്തരത്തിൽ സ്കൂളുകളിൽ വ്യാപകമായി ലഹരി എത്തിക്കുന്നത് എന്നതാണ് ഈ പെൺകുട്ടി നമ്മളോട് വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. സ്കൂൾ വിടുന്ന സമയത്ത് ഒരുപാട് യുവാക്കൾ ഈ പരിസരങ്ങളിലൊക്കെ തന്നെ ഉണ്ടാവും. ബസ് സ്റ്റോപ്പുകൾ കേന്ദ്രീകരിച്ചും സ്കൂൾ പരിസരത്തിന്റെ പല സ്ഥലങ്ങളുമായിട്ടാണ്, ഇട റോഡുകളിലുമായിട്ടാണ് ഇവർ നിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ പെട്ടെന്ന് പിടിക്കപ്പെടാൻ കഴിയില്ല. കാരണം ബസ് സ്റ്റോപ്പുകളിൽ യുവാക്കൾ നിൽക്കുമ്പോൾ അത് പോലീസ് ചോദ്യം ചെയ്താൽ ബസ് കയറാൻ വന്നതാണ് എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുകയും ചെയ്യും. അങ്ങനെയാണ് ഇത്തരത്തിൽ ഇവരുടെ ഈ ലഹരി കടത്ത്, ഈ ഒരു ലഹരിയുടെ ഈ ഒരു കണ്ണി അവർ മുറിക്കാതെ തന്നെ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു കാര്യം പെൺകുട്ടികൾ നന്ദൻ, ഏതായാലും ഇത്തരം പുതിയ മാർഗങ്ങൾ ലഹരി മാഫിയ സംഘങ്ങൾ സ്വീകരിക്കുമെന്നത് കൃത്യമാണ്. കാരണം അവർക്ക് അവരുടെ ബിസിനസ് വളരെ കൃത്യമായി നടക്കണം. അപ്പോൾ സ്വാഭാവികമായും ഈ സ്കൂളുകളുടെ പരിസരത്തൊക്കെ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വലിയ പരിശോധന നേരത്തെ ഉണ്ടായിരുന്നു, അവരുടെ നിരീക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞൊക്കെ ഈ വാർത്തകൾ പുറത്തു വരുന്നു. നേരത്തെ ഇത്തരം വാർത്തകൾ പുറത്തു വന്നപ്പോൾ അത്തരം സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്തരം പരിശോധനകൾ നിഷ്ക്രിയമാണെന്നാണോ? ഇങ്ങനെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ അടക്കം അറിയാത്ത സാഹചര്യമാണോ? ഇത്തരം സംഭവങ്ങൾ ഉണ്ട് എന്ന് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് നല്ലപോലെ അറിയാം. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഒരു എക്സൈസ്കാരനെയും അല്ലെങ്കിൽ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥരെയും ഒരു സ്കൂൾ പരിസരത്തും ഞങ്ങൾ കണ്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ എടുത്തു പറയേണ്ടത് പിങ്ക് പോലീസ് അവിടെ ഉണ്ടായിരുന്നു. പിങ്ക് പോലീസ് പല സ്കൂളുകളിലും അവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നിരീക്ഷണങ്ങൾ നടത്താറുണ്ട്, ചില യുവാക്കളെ അവർ കാണാറുണ്ട്, പിടിക്കാറുമുണ്ട്, പരിശോധനകൾ നടത്താറുമുണ്ട്. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം 2 പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രമാണ് ഒരു സ്കൂളിൽ ചിലപ്പോൾ നിയമിക്കുക. ചില സ്കൂളുകളിലൊന്നും തന്നെ ഈ തീരദേശ മേഖലയിലുള്ള സ്കൂളുകളിൽ പിങ്ക് പോലീസിന് സാന്നിധ്യം പോലും ഇല്ലായിരുന്നു. പക്ഷേ നഗരപ്രദേശത്തുള്ള സ്കൂളുകളിൽ പിങ്ക് പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. 2 ഉദ്യോഗസ്ഥരെ അവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുമുണ്ട്. അപ്പോഴും ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ ലഹരി സംഘങ്ങൾ നിൽക്കുന്നത് ഇട റോഡുകളിലും ബസ് സ്റ്റോപ്പുകളിലുമാണ്.
ഇത്തരത്തിൽ പിങ്ക് പോലീസിന് നൽകിയിരിക്കുന്ന വാഹനങ്ങളിൽ കൂടെ ഇത്തരത്തിൽ പിങ്ക് പോലീസിന് ഇട റോഡുകളിൽ കയറാൻ സാധിക്കില്ല. ബസ് സ്റ്റോപ്പുകൾ നിന്നാൽ പോലും എന്താണ് കാര്യമെന്ന് ചോദിച്ചവർ വിടാനേ കഴിയുള്ളൂ. മറ്റു കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് നിവൃത്തിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇത്തരം ലഹരി സംഘങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ടാവാം, അതോടൊപ്പം തന്നെ മറ്റ് മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങൾ ഇവരുടെ കൈവശം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ 2 വനിതാ ഉദ്യോഗസ്ഥർക്ക് ഒന്നും തന്നെ ചെയ്യാനായില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഈ തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട ഒരു പെൺ പള്ളിക്കൂടത്തിൽ പോയ സമയത്ത് അവിടെ 2 പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഈ ഇട റോഡുകളിൽ നടക്കുകയാണ് ചെയ്തത്. ഏകദേശം കിലോമീറ്ററുകളോളം ഇവർ റോന്തു ചുറ്റും. ഇവർ സ്കൂളിന്റെ പരിസരത്ത് എത്തുമ്പോഴേക്കും ബസ് സ്റ്റോപ്പുകളിൽ ഈ സംഘങ്ങളൊക്കെ തന്നെ സജീവമാവും. ഇവർ നടന്ന് വീണ്ടും ബസ് സ്റ്റോപ്പുകളിലേക്ക് പോകുമ്പോൾ ഈ സംഘങ്ങൾ തിരികെ മറ്റു റോഡുകൾ വഴി നടന്ന് സ്കൂൾ പരിസരത്ത് സജീവമാവുകയും ചെയ്യും. ഇങ്ങനെ പോലീസിനെ കാണുമ്പോൾ ഒരു ഈ യുവാക്കളൊക്കെ തന്നെ ഓടി മാറുന്ന രീതിയിലേക്കും നമ്മൾ കാര്യങ്ങൾ പോയിരുന്നു. ആ ദൃശ്യങ്ങളും നമുക്ക് ലഭിക്കുകയും ചെയ്തിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വനിതാ ഉദ്യോഗസ്ഥരെ മാത്രമാണ്, പിങ്ക് പോലീസിന്റെ സാന്നിധ്യം മാത്രമാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ അവരുടെ കാര്യം വളരെ കഷ്ടമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ ഈ റോന്ത് ചുറ്റുമ്പോഴും ഒക്കെ തന്നെ ചില യുവാക്കളുമായി ചോദ്യം ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. കഴിഞ്ഞ ആഴ്ച ഒരു യുവാവിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഒരു പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥയെ മർദ്ദിച്ചു എന്ന കാര്യവും നാട്ടുകാർ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തു. അങ്ങനെ ഈ 2 പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടൊന്നും ഈ കാര്യങ്ങൾ ഒരിക്കലും നേർവഴിയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഒരിക്കലും കഴിയില്ല. എന്തായാലും എക്സൈസ് ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും സാന്നിധ്യം നമ്മൾ സ്കൂൾ പരിസരത്ത് കണ്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം ഞങ്ങൾ അന്വേഷിച്ച മറ്റൊരു കാര്യമുണ്ട്. സ്കൂൾ പരിസരത്തിൽ ലഹരി വിൽക്കുന്നുണ്ടോ എന്നൊരു കാര്യം കൂടി ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ പല കടകളിലും ലഹരി വിൽക്കുന്നില്ല. പക്ഷേ ഇത്തരം സംഘങ്ങൾ ലഹരി കൊടുക്കാനും അതോടൊപ്പം തന്നെ ലഹരി വിൽക്കാനുമുള്ള ചെറിയ ചെറിയ സംഘങ്ങൾ ഒക്കെ തന്നെ വളരെയധികം സജീവമാണ്. ഇരുചക്ര വാഹനങ്ങളിലാണ്, ബൈക്കിൽ ഹെൽമറ്റും വെച്ചാണ് ഈ സംഘങ്ങൾ ഉണ്ടാവുക. വളരെ പെട്ടെന്നാണ് ഇവരുടെയൊക്കെ തന്നെ ഈ ഒരു കച്ചവടം നടക്കുക. വരുന്നു, പെൺകുട്ടിയുടെ കയ്യിലേക്ക് സാധനങ്ങൾ കൊടുക്കുന്നു, ആ പെൺകുട്ടി നേരെ ബസ്സിൽ കയറി പോകുന്നു. ഇത്തരം ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടെ ലഭിക്കുകയും ചെയ്തിരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു യുവാക്കളെ ഒക്കെ തന്നെ പിടിക്കാൻ അല്ലെങ്കിൽ ഇവരുടെ കയ്യിലൊന്നും തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാതിരിക്കാനുള്ള ലഹരി വസ്തുക്കളാണ് ഇവരുടെ കയ്യിലുള്ളത്. ഗുളികകളടക്കമുള്ള കാര്യങ്ങളാണ് ഇവരുടെ കൈവശമുള്ളത്. ചില പൊടികളും മറ്റ് കഞ്ചാവൊക്കെ തന്നെ വളരെ ചെറിയ തോതിലാണ് ഇവർ കൈവശം വയ്ക്കുകയും ചെയ്യുക. വലിയ തോതിൽ ഇവർ കൊണ്ട് നടക്കാറില്ല. അങ്ങനെ പെൺകുട്ടികളെ കേന്ദ്രീകരിച്ചും സ്കൂളിലെ കേന്ദ്രീകരിച്ചും ചെറിയ ചെറിയ സംഘങ്ങളായി വ്യാപകമായിട്ട് ഇപ്പോൾ തലസ്ഥാനത്ത് ഇത്തരത്തിൽ ഈ ഒരു ലഹരി സംഘങ്ങൾ സജീവമായി തന്നെ ഉണ്ട്. ഇപ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്നും എക്സൈസിന്റെ ഭാഗത്തുനിന്നും നടപടികൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഇത് കർശനമായി വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നന്ദകുമാർ പുറത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണ്ട ഒരു നടപടി വേണ്ട ഒരു വാർത്ത തന്നെയാണ്. കാരണം കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ലഹരി മാഫിയകൾ, അതെ, പെൺകുട്ടികളെ ക്യാരിയറാക്കിക്കൊണ്ട് ലഹരി മാഫിയകൾ സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ പിടിമുറുക്കുന്നു എന്നുള്ളതാണ്. ആ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. പോലീസും എക്സൈസ് സ്ക്വാഡുകളും പരിശോധനകൾ ശക്തമാക്കിയതോടെയാണ് ലഹരിക്കടത്ത് സംഘങ്ങൾ പെൺകുട്ടികളെ ക്യാരിയറാക്കാൻ തുടങ്ങിയത്. പ്രണയം നടിച്ച് പെൺകുട്ടികളെ ആദ്യം വലയിലാക്കും. പിന്നീട് അവർ പോലും അറിയാതെ അവർ ലഹരിക്കടത്ത് സംഘങ്ങളുടെ പ്രധാന കണ്ണിയായി മാറും. തലസ്ഥാനത്തെ ചില സ്കൂളുകളിൽ ലഹരി മാഫിയ സംഘങ്ങൾ പിടിമുറുക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചത്. 12ഉം 13ഉം വയസ്സുള്ള പെൺകുട്ടികളെ ക്യാരിയറാക്കുക മാത്രമല്ല, ലഹരിക്ക് അടിമപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ചില കുട്ടികൾ ഞങ്ങളോട് പങ്കുവച്ചത്. സ്കൂൾ വിടുന്ന സമയത്ത് ഇരുചക്ര വാഹനങ്ങളിലും ബസ് സ്റ്റോപ്പുകളിലും പെൺകുട്ടികൾക്കായി അവർ കാത്തു നിൽക്കും. പെൺകുട്ടികൾ സ്കൂൾ യൂണിഫോമിൽ തന്നെ കൂടെ പോകുമെങ്കിലും പിന്നീട് കൈവശമുള്ള മറ്റൊരു വേഷത്തിലേക്ക് മാറും. പ്രണയം നടിച്ചാണ് യുവാക്കൾ പെൺകുട്ടികളെ സമീപിക്കുക. പിന്നീട് ലഹരി നൽകി ഇവരെ വലയിലാക്കും. അതിനുശേഷം ലഹരി കടത്താനും ഇവരെ ഉപയോഗിക്കും. ഈ കാര്യങ്ങൾ ക്യാരിയറായിരുന്ന പെൺകുട്ടിയുടെ സുഹൃത്ത് തന്നെ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി.
എങ്ങനെയാണ് ഈ സാധനം കൈ കിട്ടുന്നത്? അതെനിക്കറിയത്തില്ല. അതൊക്കെ ഒരുപക്ഷെ ചേട്ടന്മാർ വഴിയായിരിക്കാം, അല്ലെങ്കിൽ അത് അവരുടെ കമ്പനി വഴിയായിരിക്കാം. അതൊന്നും എനിക്കറിയത്തില്ല. കുറെ കമ്പനികളുണ്ട്, മുക്കിലും മൂലയിലും ആയിട്ട് കുറെ ചേട്ടന്മാരുണ്ട്, അങ്ങനെ കുറെ പേര്. സ്കൂൾ വിട്ടുവരുന്ന പരിസരങ്ങളിൽ ഇവര് ബൈക്കിൽ വന്ന് നിർത്തുകയും ഇവരെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നത് അതാണോ പരിപാടി? ഇന്ന് തന്നെ ഒരു കൂട്ടുകാരി അങ്ങനെ കയറി പോയതേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ്, ബൈക്കിൽ വരും പോവും. ചെറിയ ചേട്ടന്മാരൊക്കെ കാറിൽ വരും, ഇവളമാർ കയറി പോവും. അങ്ങനെയാണ്. ഇപ്പം ഈ ടീച്ചേഴ്സ് ആരും ബാഗൊന്നും പരിശോധിക്കാറില്ല. അപ്പം ഇത്തരത്തിൽ ഇവർ ബാഗിൽ കൈവശം ബാഗിലല്ല വെക്കാൻ ഏറ്റവും കൂടുതൽ. ഒരു പെൺകുട്ടിക്ക് പ്രൈവസി ആയിട്ട് കുറച്ച് പാർട്സുണ്ട്, അവിടെയൊക്കെയാണ് സൂക്ഷിക്കാറ്. കാരണം അവിടെ ആരും ചെക്ക് ചെയ്യാറില്ല, അതുകൊണ്ട് അവിടെയൊക്കെയാണ് സൂക്ഷിക്കാറ് ഏറ്റവും കൂടുതൽ. ഇത്തരത്തിൽ ഇതിനു മുമ്പ് ചില കുട്ടികൾ ഇതിന് അടിമപ്പെട്ട് ഇപ്പോൾ ചില സെന്റേഴ്സുകളാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്താണ് ഇപ്പോൾ? അപ്പം അവരുടെയൊക്കെ അവസ്ഥ അതിൽ നിന്ന് മാറാൻ ഭയങ്കര, എൻ്റെ ഒരു കൂട്ടുകാരി തന്നെ ഉണ്ട്, അവള് ഇപ്പോൾ ഭയങ്കരമായിട്ട് മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. നമുക്കതില്ലാതെ പറ്റാത്തൊരവസ്ഥ. എക്സാം ഹാളിൽ വന്നിട്ട് കിടന്ന് ഉറങ്ങുക, എക്സാം എഴുതാനുള്ളൊരു ബോധമില്ല. അങ്ങനെ അവക്കായിട്ട് സ്വയമായിട്ട് എഴുച്ച് ഇരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. കുട്ടി ഇത്തരത്തിൽ കാരിയർ ആയിരുന്നു. അവളിങ്ങനെ വലിക്കുമായിരുന്നു. അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇവിടെ കുറച്ച് ആൾക്കാർ പറഞ്ഞു കേട്ട അറിവേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവളോട് തന്നെ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഇതേപോലെയാണ് സംഭവം. അത് അവളിവിടെ താമസിച്ചിരുന്നത് ഒരു സ്ഥലത്താണ്, അവിടുത്തെ ചേട്ടന്മാരാണ് കൊടുത്തോണ്ടിരുന്നതെന്നാണ് ഞങ്ങളിത് പറഞ്ഞത്. ഇത്തരത്തിൽ ഇനിയും കുട്ടികൾ ഇതിൻ്റെ അകത്ത് കാരിയർ ആക്കുന്നുണ്ടല്ലേ? ഇപ്പോഴും ഉണ്ട്. സ്കൂൾ പരിസരത്ത് പിങ്ക് പോലീസിന്റെ സാന്നിധ്യമുണ്ടെങ്കിലും പോലീസിനെ കാണുമ്പോൾ യുവാക്കൾ പേടിച്ചോടുകയാണ് പതിവ്. മാത്രമല്ല 2 പേരെ മാത്രമാണ് ഡ്യൂട്ടിക്ക് നിശ്ചയിച്ചിട്ടുള്ളതും. ഇവരുടെ കണ്ണു വെട്ടിച്ചാണ് പെൺകുട്ടികളെ വലയിലാക്കുന്നത്. സ്കൂളുകളിൽ പിടിക്കപ്പെടുന്ന ലഹരി കേസുകളിൽ പലതും മറച്ചുവെക്കുകയോ ഒതുക്കി തീർക്കുകയാണ് പതിവ്. കുട്ടികളുടെ ഭാവി, രക്ഷിതാക്കളുടെ മാനഹാനി, സ്കൂളിൻ്റെ സൽപ്പേര്, ഇതൊക്കെയാണ് കാരണങ്ങൾ. അപ്പോഴും ഒരു കാര്യം ഓർക്കുക, ലഹരി മാഫിയ സംഘങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ പിടയുന്നത് നമ്മുടെ കുട്ടികളാണ്, നാടിൻ്റെ ഭാവിയാണ്. ക്യാമറമാൻ സന്തോഷ് കുമാറിനും സി വിനോദിനൊപ്പം നന്ദകുമാർ, ന്യൂസ് 18 തിരുവനന്തപുരം. എന്തായാലും വളരെ ഗുരുതരമായ വിഷയം. വരും മണിക്കൂറുകളിലും ന്യൂസ് 18 ഈ വാർത്ത വളരെ വിശദമായി തന്നെ കൈകാര്യം ചെയ്യും. നമുക്കിനിയും റംസാൻ വിശേഷങ്ങളിലേക്ക് പോകാം. പുണ്യങ്ങളുടെ പൂക്കാലം. വിശുദ്ധ റംസാനിൽ വ്യത്യസ്തങ്ങളായ കർമ്മ പദ്ധതികളുമായി മഅദീൻ അക്കാദമിയുടെ ക്യാമ്പയിൻ. വിവിധ മേഖലകൾ സ്പർശിച്ചുള്ള 30 പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. റമദാൻ 27 രാവിലെ നടക്കുന്ന പ്രാർത്ഥനാ സമ്മേളനത്തോടെ ക്യാമ്പയിൻ അവസാനിക്കും. ഇക്കുറിയും റംദാൻ മാസം വിശ്വാസപൂർവ്വം മാതൃകാപരമായി ആചരിക്കുകയാണ് മലപ്പുറം മഅദീൻ അക്കാദമി. ഇഫ്താർ അടക്കമുള്ള പരിപാടികൾ പരിസ്ഥിതി സൗഹൃദമാക്കും. ഖുറാൻ പാരായണം, പ്രത്യേക പ്രാർത്ഥനാ സമ്മേളനങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ക്ലാസുകൾ, ബദർ കിസ്സപ്പാട്ട് എന്നിവയും വരും ദിവസങ്ങളിൽ നടക്കും. എല്ലാ ദിവസവും വൈകുന്നേരം 5-ന് അതിഥി തൊഴിലാളികൾക്കായി പ്രത്യേക പഠന ക്യാമ്പും ഇഫ്താർ സൽക്കാരവും ഒരുക്കും. യാത്രക്കാർ, പരിസരത്തുള്ള ഹോസ്പിറ്റലുകളിലെ രോഗികൾ, കൂട്ടിരിപ്പുകാർ തുടങ്ങിയവരുടെ സൗകര്യത്തിനായി റമദാൻ 30 ദിവസവും ഇഫ്താർ സംഗമം ഒരുക്കും. റമദാൻ 27 രാവിൽ ജനലക്ഷങ്ങൾ സംബന്ധിക്കുന്ന പ്രാർത്ഥനാ സമ്മേളനം നടക്കും. അഖിലേന്ത്യാ സുന്നി ജമയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മഅദീൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി തങ്ങൾ നേതൃത്വം നൽകും. അതിഥി തൊഴിലാളികൾ ധാരാളം ഇവിടെയുണ്ട്. വൈകുന്നേരം 5 മണിക്ക് അവർക്ക് പ്രത്യേക സൽക്കാരങ്ങൾ, വിരുന്നുകൾ ഒരുക്കി നോമ്പ് തുറയുടെ മുമ്പായി അവരവരുടെ ഭാഷയിൽ ഇവിടെ ബഹുഭാഷാ പാണ്ഡിത്യമുള്ള കുട്ടികളുണ്ട്, ഉസ്താദുമാരുണ്ട്. അവർക്ക് അവരവരുടെ ഭാഷയിൽ ബോധവൽക്കരണം നടത്തി ഒരു യഥാർത്ഥ ജീവിതത്തിലേക്ക് അവരെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ അതിൽ പ്രത്യേക ഇനാണ്
റൈഹാൻ ക്യാമ്പ്. മഅ്ദിൻ അക്കാദമി കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ റിലീഫ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കേൾവി, കാഴ്ച, ബുദ്ധിപരിമിതർക്ക് ആശ്വാസ കിറ്റ് വിതരണം, ഖുറാൻ ഹിഫ്ള്, പാരായണ, ബാങ്ക് വിളി മത്സരം, മദ്രസാധ്യാപകർക്കും മഹല്ല് നേതൃത്വത്തിനും ഭിന്നശേഷി മേഖലയെ പരിചയപ്പെടുത്താനുള്ള ക്യാമ്പ്, പ്രാദേശിക കൂട്ടായ്മകൾ, ഭിന്നശേഷിക്കാർക്ക് ശാക്തീകരണ സംഗമം, ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സ്നേഹസംഗമം, ഇഫ്താർ മീറ്റ്, വസ്ത്രവിതരണം, വർക്ക്ഷോപ്പ്, ഈദ് മീറ്റ് എന്നിവയും റമദാൻ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. പത്തനംതിട്ട അയിരൂർ ഗ്രാമപഞ്ചായത്ത് ഇനി മുതൽ ഔദ്യോഗിക രേഖകളിൽ കഥകളി ഗ്രാമമായിട്ടാണ് അറിയപ്പെടാൻ പോകുന്നത്. ജില്ലാ കഥകളി ക്ലബിന്റെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ആവശ്യപ്രകാരം ഇക്കാര്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അംഗീകരിച്ചതോടെയാണ് അയിരൂർ ഇനി കഥകളി ഗ്രാമമാവുന്നത്. ഇതോടെ രാജ്യത്ത് തന്നെ ഒരു കലാരൂപത്തിന്റെ പേരിൽ അറിയപ്പെടാൻ പോകുന്ന ആദ്യ ഗ്രാമമായി മാറിയിരിക്കുകയാണ് അയിരൂർ ഗ്രാമപഞ്ചായത്ത്. 2010 മുതൽ അയിരൂർ പഞ്ചായത്തും അയിരൂർ ജില്ലാ കഥകളി ക്ലബ്ബും നടത്തി വന്ന പ്രയത്നത്തിൻ്റെ ഫലമാണ് അയിരൂർ പഞ്ചായത്ത് കഥകളി ഗ്രാമപഞ്ചായത്തായി മാറാൻ കാരണം. 200 വർഷത്തെ കഥകളി പാരമ്പര്യമുള്ള അയിരൂർ ഗ്രാമം കഥകളി ഗ്രാമമായിട്ടാണ് അറിയപ്പെട്ടിരുന്നെങ്കിലും ഔദ്യോഗികമായി പേരുമാറ്റം പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരമാണ് യാഥാർത്ഥ്യമായത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് അയിരൂർ പഞ്ചായത്തിനെ കഥകളി ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കലയുടെ പേരിൽ ഒരു ഗ്രാമത്തിന് പേരിട്ട് കിട്ടിയിരിക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഇതിൻ്റെ തുടർ പദ്ധതിയായിട്ട് ഞങ്ങൾ കഥകളി മ്യൂസിയത്തിനുള്ള എല്ലാ ആദ്യ നടപടികളെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ്. പേരുമാറ്റം നിലവിൽ വന്നതോടെ അയിരൂർ ഈസ്റ്റ് പോസ്റ്റ് ഓഫീസും അയിരൂർ കഥകളി ഗ്രാമം പോസ്റ്റ് ഓഫീസായി മാറും. പുതിയ പേരുമാറ്റത്തിൽ അയിരൂർ കഥകളി ക്ലബിൻ്റെ ഭാരവാഹികളും സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് ഒരു കലയുടെ പേരിൽ ഒരു കല കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഗ്രാമത്തിന് ഭാരത സർക്കാർ നാമധേയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെ വലിയൊരു ബഹുമതിയായിട്ടാണ് ഞങ്ങൾ കാണുന്നതിന്. ഇത് ഞങ്ങൾക്ക് അയിരൂരിന് മാത്രം കിട്ടിയ ബഹുമതിയായിട്ട് കാണുന്നില്ല. ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ശ്രേഷ്ഠകലയായ കഥകളിക്ക് കിട്ടിയ ഒരു അംഗീകാരം. കഥകളി പാരമ്പര്യമുള്ള അയിരൂർ ഗ്രാമം സമ്പൂർണ്ണ കഥകളി സാക്ഷര ഗ്രാമം എന്ന പേരിലും ശ്രദ്ധേയമാണ്. ന്യൂസ് 18 പത്തനംതിട്ട. ഏതായാലും പ്രഭാത കേരളം അവസാനിപ്പിക്കാനുള്ള സമയമായി. ഒരുപാട് സമഗ്രമായ വാർത്തകളുള്ള എക്സ്ക്ലൂസീവുകൾ നമ്മൾ ഒരുപാട് കൊണ്ടുവന്നു. ആ സ്റ്റോറി വലിയ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു വാർത്തയായിരുന്നു. ഇതിനടക്കം ഒരുപാട് വാർത്തകൾ പ്രേക്ഷകർക്കായി നൽകി. ഒരു നല്ല വാർത്താ ദിനം ആശംസിക്കുന്നു. ഒപ്പം ഒരു നല്ല ദിവസം എല്ലാ പ്രേക്ഷകർക്കും ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.